കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. നമുക്കറിയാം, ഈ ലോകത്ത് ഭൂമിയിൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എപ്പോഴും മനുഷ്യരുടെ വളർച്ച, മനുഷ്യരുടെ നിലനിൽപ്പ്, ജീവൻ നിലനിർത്താനുള്ള എപ്പോഴും അത് സംബന്ധിച്ച റിസർച്ചുകളും അത് സംബന്ധിച്ച ചിന്തകളുമാണ് ലോകത്തെ തന്നെ നയിക്കുന്നത്. പക്ഷേ മനുഷ്യരിപ്പോൾ ഈ മലയോരത്തെ മനുഷ്യർ നേരിടുന്നത് മൃഗങ്ങളിൽ നിന്നുള്ള രക്ഷ നേടുക എന്നാണ്. കർഷകരാണ് പ്രത്യേകിച്ച് ഈ മണ്ണിനോടും ഈ മൃഗങ്ങളോടൊക്കെ മല്ലടിച്ചാണ് ഇവർ ഈ മലയോരത്ത് മനുഷ്യർ കൃഷി ചെയ്തതും ജീവിച്ചു പോകുന്നതും. പക്ഷേ ഇന്ന് മനുഷ്യർക്ക് മൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത, വന്യമൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മൾ വന്യമൃഗങ്ങളെയൊക്കെ കാണുക എവിടെ പോയാലാണ്? സൂലെല്ലാം പോയാലാണ്. പക്ഷേ മലയോരത്തെ കർഷകർ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വന്യമൃഗങ്ങൾ കാണുന്നു, നേരെ മരത്തിൽ കയറി. പണ്ടൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യർ വന്യമൃഗങ്ങൾക്ക് കടുത്ത ഭീഷണി നേരിടുകയാണ്. അതവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നുണ്ട്, കൃഷിയെ ബാധിക്കുന്നു. നിലനിൽപ്പിനെ തന്നെ, മലയോരത്തെ കർഷകരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വന്യമൃഗങ്ങളുടെ അക്രമം ഉണ്ടാകുന്നു. കടുവയും പുലിയും അങ്ങനെ വേണ്ട സർവ്വ വനത്തിൽ ജീവിക്കുന്ന ജീവികളെല്ലാം, വന്യമൃഗങ്ങളെല്ലാം ഇങ്ങനെ ജനവാസ പ്രദേശത്തേക്ക് ഇറങ്ങുകയാണ്. അതവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്നുണ്ട്. നൂറുകണക്കിന് മനുഷ്യരെയാണ് ഈ വന്യമൃഗങ്ങൾ, ആനയുൾപ്പെടെ ചവിട്ടിക്കൊന്നും കടിച്ചു കീറിക്കൊന്നും ഈ ഭൂമിയിൽ നിന്ന്. വയനാടൊക്കെ ഒത്തിരി കേസുകൾ കേൾക്കുന്നുണ്ട്. കണ്ണൂരിൻ്റെ മലയോര മേഖലയിലും അത്തരം സങ്കടകരമായ വാർത്തകൾ പലപ്പോഴും നമ്മളെ തേടിയെത്താറുണ്ട്. ഈ സാഹചര്യത്തിൽ നേർരേഖ പലതവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഈ അടുത്ത നാളിൽ ഒരു കർഷകൻ ഒരു കടുവയെ കണ്ടിട്ട് മരത്തിന് മുകളിൽ കയറി മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ജീവിതം ഇവരുടെ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്ന ചോദ്യമാണ് നേർരേഖ ഉയർത്തുന്നത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 4 പേർ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേലായുധനുണ്ട്, ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KP രാജേഷ് ഉണ്ട്, BJP നേതാവ് MR സുരേഷ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കടുവയിൽ നിന്ന് രക്ഷപ്പെട്ട് മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കേണ്ടി വന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ആലോചിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം ജീവൻ ഇതിൻ്റെ നടുക്കിങ്ങനെ നിൽക്കുക. ഒന്ന് തെറ്റിയാൽ ജീവൻ അവസാനിച്ചു പോകുന്ന അവസ്ഥ. വള്ളിക്കാവുങ്കൽ അപ്പച്ചൻ, അദ്ദേഹത്തെ അപ്പച്ചൻ മാത്യു എന്നാണ് പേര്, അപ്പച്ചൻ എന്നാണ് ദേശവാസികളൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ട് അപ്പച്ചനും നമ്മോടൊപ്പം ചേരുകയാണ്. 4 പേർക്കും നേർരേഖയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് ഏറ്റവും മുതിർന്ന ഒരാളെന്നുള്ള വേലായിട്ട് തുടങ്ങാം, അല്ലേ? വേലായിട്ട്, ഇത് നേർരേഖ ഈ വിഷയം കുറേ തവണ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ആറളത്ത് മനുഷ്യരെ ആന ചവിട്ടിക്കൊല്ലുമ്പോഴെല്ലാം ഞങ്ങൾ വരാറുണ്ട്, ഈ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും ഇന്ന് ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി രാവിലെ മുതൽ ഈ മലയോരത്തുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തെ കടുവയെ ഭയന്ന് സ്കൂള് ഇന്ന് അവധിയാണ്. പല സ്ഥലത്തും ആളുകൾ ഭയത്തിലാണ്. എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? കുറേ കാലമായാലും ഇത് കേൾക്കുന്നു. നമുക്കറിയാം, 2015 മുതലാണ് മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ആറളം, അയ്യങ്കുന്ന്, പായം, അതുപോലെ ഉളിക്കൽ ഭാഗങ്ങളിലൊക്കെ തന്നെ 2015 മുതലാണ് ഈ വന്യജീവികളുടെ ഇടപെടൽ, ഇത്തരത്തിലുള്ള ഇടപെടൽ വ്യാപകമായ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇങ്ങോട്ട് വന്യജീവികളാൽ കൊല ചെയ്യപ്പെട്ട ആൾക്കാരുടെ എണ്ണം എത്രയായി എന്ന് വ്യക്തമായി നമുക്കെല്ലാം അറിയാം. 17ഓളം പേര് നമുക്ക് വന്യജീവികളുടെ ആക്രമണത്താൽ മരണപ്പെട്ട സാഹചര്യം മലയോര മേഖല വളരെ സങ്കടത്തോടുകൂടി നോക്കിക്കാണുന്ന അവസരത്തിലാണ് സമീപകാലത്ത് നമുക്കറിയാം ഇപ്പോൾ കടുവയുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു. ഉദാഹരണത്തിന് ഉളിക്കലിൽ നിന്ന് വന്ന കടുവ ആറളം അങ്ങാടിക്കടവിലൂടെ മുണ്ടയാപറമ്പിലേക്ക് കടന്ന് മുണ്ടയാപറമ്പിൽ നിന്ന് ആറളം വഴി നേരെ വയനാട്ടിലേക്ക് പോയ സാഹചര്യവും, അവിടെ ചെന്ന് നമ്മുടെ ഒരു കർഷകനെ കടുവ കടിച്ചു കൊന്ന വിവരവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം ഇങ്ങോട്ട് കടുവയുടെ സാന്നിധ്യം ആറളത്ത് തന്നെ 2-3 പുലിയെ കണ്ട വിവരം തന്നെ കാക്കയങ്ങാട് ടൗണിൽ പോയി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പുലിയെ നാട്ടുകാർ കാണുകയും അവിടെ നിന്ന് ഓടിച്ച് ആറളം വനത്തിനകത്തേക്ക് നമ്മൾ കയറ്റി വിട്ടു എന്ന് ഫോറസ്റ്റുകാർ ഞങ്ങളോടൊക്കെ പറയുകയും ചെയ്ത സാഹചര്യം. 4ാമത്തെ ദിവസം അതേ പുലി തന്നെ കതിരൂർ വനാതിർത്തിയിൽ അവിടെ നാട്ടുംപുറങ്ങളിലേക്ക് പുലി ഇറങ്ങുകയും
ഘോരമായ അതിൻ്റെ പിന്നെ കരച്ചിലും ഒച്ചയും കൊണ്ട് നാട്ടുകാർ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മുഴുവനും അവിടെ ചെന്ന് അവിടെ സാന്നിധ്യമുണ്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് കൺഫേം ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ട്. അതിനുശേഷമാണ് നമുക്കറിയാം വയനാട്ടിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരിയുടെ തടിച്ചു കൊന്ന സംഭവം. സഹോദരിയുടെ ശരീരത്തിലെ അവശിഷ്ടങ്ങൾ പുലിയുടെ വയറ്റിൽ നിന്ന് മകസത്ത് തയ്യാറാക്കുമ്പോൾ വയറ്റിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നത് നമ്മുടെ ആ സഹോദരിയുടെ ദീനമായ ഒരു രംഗം നമുക്കറിയാം. ആ സഹോദരിയുടെ ചെവിയിൽ ഉണ്ടായിരുന്ന കാതിലും അതുപോലെ വസ്ത്രങ്ങളും പുലിയുടെ വയറിനകത്ത് നിന്ന് ഓപ്പറേഷൻ ചെയ്തെടുത്ത സംഭവമൊക്കെ നമുക്കറിയാം. എപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നിസ്സാരവൽക്കരിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നിസ്സാരവൽക്കരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അത് അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നാണ്. തിരിച്ചു വരാം രാജേഷ്. ഒരു ത്രിതല പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് പ്രാദേശിക സർക്കാരുകൾ. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്താണ് ഞാൻ തുടങ്ങുന്നത്. വനം വകുപ്പ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഒരു സഹോദരിയുടെ കാതിൽ കിടക്കുന്ന കമ്മൽ ഈ വന്യമൃഗത്തിൻ്റെ വയറ്റിൽ നിന്ന് എടുക്കേണ്ടി വരിക, പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളെ കടിച്ചു കയറുന്നു എന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്ത് ചെയ്യും? നിസ്സഹായര നിൽക്കുകയാണ്. ഈ ഭരണ സംവിധാനമൊക്കെ എന്താണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിൽ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് മലയോര മേഖലക്കാലത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, ഇത്തരം ജീവികളെ വനത്തിനുള്ളിൽ തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്വമായി കാണേണ്ടതാണ്. അതെല്ലാം കുറേ കാലമായിട്ട് അതിലെല്ലാം വീഴ്ചയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ആക്രമണം, കൂടാതെ മയിൽ, കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ കൃഷി ഉൾപ്പെടെ, ഇപ്പം കടുവ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുരങ്ങും മയിലും എല്ലാം ഇപ്പോൾ വന്യജീവി നിയമപ്രകാരം ഷെഡ്യൂൾ 1-ലാണുള്ളത്. അതിനെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ റിമാൻഡാണ്, ജയിലിൽ കിടക്കേണ്ടി വരും. കർഷകർ ആകെ പ്രയാസത്തിലാണ്. ഒന്ന്, മലയോര മേഖലക്കകത്ത് നിരവധി ജീവിത പ്രയാസങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, കൃഷിക്ക് അനുയോജ്യമായ ഒന്നുമില്ല, എല്ലാം പ്രയാസത്തിലാണ്. അതിൻ്റെ കൂടെയാണ് വന്യമൃഗങ്ങളുടെ ഈ പ്രശ്നം കൂടെ വരുന്നത്. വലിയ പ്രതിസന്ധിയാണ്. ഇതിനെ നിയമങ്ങൾ മാറ്റിയേ രക്ഷയുള്ളൂ. നിയമങ്ങൾ മാറ്റാതെ മയിൽ ഷെഡ്യൂൾ 1-ൽ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കുരങ്ങ് ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ വന്യജീവി സംഘർഷ നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് പരാതികൾ കഴിഞ്ഞ 15 ദിവസമായി സ്വീകരിക്കുകയാണ്. ഏതാണ്ട് ആറളം പഞ്ചായത്തിൽ മാത്രം 2000-ലധികം പരാതി വന്നു. അതിൽ 60% പരാതി എന്ന് പറയുന്നത് കുരങ്ങ് ശല്യമാണ്. കുരങ്ങ് ഷെഡ്യൂൾ 1-ലാണ്. കുരങ്ങിനെ തൊട്ടാൽ പ്രശ്നമാണ്. അപ്പോൾ അത്തരം തലതിരിഞ്ഞ നിയമങ്ങൾ മാറ്റി ഈ മൃഗത്തെയല്ല, ഒന്നെങ്കിൽ ഈ കാട്ടിൽ തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടാക്കുക, കാട്ടിൽ തന്നെ പരിചരിക്കാൻ ആവശ്യമായ ഇടപെടൽ വനം വകുപ്പ് ചെയ്യേണ്ടതാണ്. അക്കാര്യം സംശയമില്ല. പക്ഷേ ഒന്ന്, വനം വകുപ്പ് ഞങ്ങളെല്ലാം അനുഭവം സംബന്ധിച്ച് വനം വകുപ്പെല്ലാം വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇടപെടുന്നുണ്ട്. RRT ഏറ്റവും നന്നായിട്ട് ഇടപെടുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒന്നും ചെയ്യാൻ നിസ്സഹായാവസ്ഥയാണ്. ഇപ്പോൾ ഒരു ആനയെ സംബന്ധിച്ചെടുക്കാം. ആന കുട്ടി എന്ന് പറയുന്നത് ആറളം ഫാമിനുള്ളിലാണ് പ്രസവിച്ചത്. ആനക്കുട്ടി കാട് കണ്ടിട്ടില്ല. ആനക്കുട്ടിയുടെ കാട് എന്ന് പറയുന്നത് ആറളം ഫാമാണ്. കുട്ടി കാട്ടിക്കയറുന്നില്ല. കുട്ടി കാട്ടിക്കയറാതെ കൊമ്പനും മോഴയും കാട്ടിക്കയറില്ല. വലിയ പ്രതിസന്ധി ഒന്നതാണ്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ വന്യമൃഗങ്ങളുടെ ശല്യം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടായ സംശയമില്ല. പ്രതിസന്ധി തന്നെയാണ്, പരിഹാരം കാണാൻ പറ്റാത്ത പ്രതിസന്ധി. എങ്ങനെയാണ് രാജേഷ്, എങ്ങനെയാ ഇതിനെ കാണുന്നത്? ഇപ്പം 10 വർഷമായി, ശരിക്കും 2015 മുതൽ ഇതിൻ്റെ ഒരു ഭീകരത നമ്മൾ അനുഭവിക്കുകയാണ്. ശ്രീ വേലായുധൻ അതാണ് പറഞ്ഞു വരുന്നത്. എന്ത് ചെയ്യും നമ്മൾ? പരിഹരിക്കാനാവാത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞു. ഞാൻ യോജിക്കുന്നില്ല. സത്യത്തിൽ നമ്മുടെ പ്രാദേശിക ഭരണകൂടമായാലും സംസ്ഥാന ഭരണകൂടമായാലും കേന്ദ്ര ഭരണകൂടമായാലും എല്ലാവരും ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിനും ബാധിതപ്പെട്ടതാണ് 100%. അവര് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾ, അവരുടെ കാർഷിക മേഖലയിലെ അഭിവൃദ്ധികളിൽ മാത്രമാണ് അവരുടെ കുടുംബം പ്രവർത്തിക്കൊണ്ട് പോകുന്നത്. അവരുടെ കാർഷിക മേഖലയിലെ അവരുടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് പോകുന്നതിന് കൃഷിയെ സംരക്ഷിക്കാനും ഒക്കെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രാദേശിക ഭരണകൂടങ്ങൾക്കും എല്ലാ ഗവൺമെന്റുകൾക്കും സാധ്യമാവണം. അവർ പരിഹരിക്കാനാവാത്ത പ്രതിസന്ധി ഒന്നുമില്ല, പാടില്ല എന്നുള്ളതാണ് എന്റെ കൺസെപ്റ്റ്, എന്റെ സംഘടനയുടെ കൺസെപ്റ്റ്. അപ്പൊ അതുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ക്രിയാത്മകമായിട്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് ബന്ധപ്പെട്ട എല്ലാ വിഭാഗവും കൂടിയാലോചിച്ചുകൊണ്ട്
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കും. ഇപ്പൊ പറഞ്ഞ അമ്മയുടെ കാതിലെ കടുക്കൻ ഒരു കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിന് കെടുകാര്യസ്ഥ സംഭവിച്ചതാണ് എന്റെ വിലയിരുത്തൽ. അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കപ്പെടേണ്ടത്. ഒരു കാരണവശാലും ആ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്ത ഒരു പരിസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ പരിശോധിക്കപ്പെടുന്ന 10 വർഷം പ്രസിഡന്റ് പറഞ്ഞു 10 വർഷമായിട്ടില്ല 12 വർഷമായിട്ട് നമ്മൾ നമ്മുടെ മലയോരത്തിൽ കേൾക്കുന്നത് കേരളത്തിന്റെ എല്ലാ മലയോരങ്ങളിലും കേൾക്കുന്ന ഈ വിഷയം. പക്ഷെ ആ വിഷയം എങ്ങനെ സംജാതമായി എന്നുകൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. പക്ഷെ 12 വർഷമായിട്ട് കേൾക്കുന്ന ഈ ഒരു ഗുരുതരമായ പ്രതിസന്ധിയും ഈ ഒരു വിഷയത്തെയും നമുക്ക് 12 വർഷത്തിൽ ഇപ്പം 2020 ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ പരിഹരിക്കാന്നുള്ളത് പറയുന്നില്ല. പക്ഷെ അതല്ല പരിഹരിക്കാൻ നമുക്ക് മനുഷ്യനല്ലേ പരിഹരിക്കാൻ കഴിയും, വേറെ പ്രകൃതികൾക്ക് പരിഹരിക്കാൻ കഴിയും, മനുഷ്യനെ പരിഹരിക്കാൻ പറ്റുമോ? മനുഷ്യനാണ് ഭരണകർത്താക്കൾ. അപ്പൊ എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് വേണം ചർച്ച ചെയ്യാൻ. ആരാണ് ഇടപെടാത്തത്, എന്തുകൊണ്ട് ഇടപെടുന്നില്ല? നമുക്ക് എല്ലാ വിഭവം ഉണ്ടല്ലോ, ഭരണകൂടങ്ങൾക്ക് എല്ലാ വിഭവമുണ്ട്. ആ വിഭവം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് പരിഹരിക്കാൻ ശ്രമിക്കാത്തത്? കർഷകരെ നമ്മൾ നട്ടലാണ്. ആ കർഷകരെ നമ്മൾ എന്തുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതിനെ കുറിച്ച് വേണം ചർച്ച ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പച്ചൻ, താങ്കൾ കർഷകനാണ്, എന്താണ് കൃഷി ചെയ്യുന്നത്? എനിക്ക് തെങ്ങും തോട്ടമാണ് മെയിനായിട്ട്. ആ. തെങ്ങും തോട്ടത്തിനകത്ത് ഇടവിളയായിട്ട് കശുമാവും തോട്ടമുണ്ട്. കശുമാവുണ്ട്. തെങ്ങും കശുമാവും ഒരുമിച്ച് ഒരു പറമ്പിലുണ്ട്. അതെ, തെങ്ങിന് വളർച്ചയായി 40-50 തെങ്ങ് വർഷത്തിന് വളർന്നു കഴിഞ്ഞാൽ താഴെ കശുമാവ് വെക്കാം. ആടി കശുമാവ് ബ്ലോക്ക് ഓഫ് മാത്രമായിട്ട് കൃഷി ചെയ്യുന്നത്. എത്ര വർഷമായി കാർഷിക ഞാൻ ജനിച്ച എനിക്ക് അറിവ് വെച്ച കാലം മുതൽ എവിടുന്നാണ് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്? കുടിയേറുന്ന ഏത് മേഖലയിൽ? ഞങ്ങള് പാലായിലാണ്. അമ്മ വീട്, ചാച്ചന്റെ വീട് എലഞ്ഞി തിരുവനന്തപുരം. എങ്ങനെയാണ് അപ്പച്ചൻ ഈ ഒരു കൃഷിയാണോ കാലാകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാലാകാലമായിട്ട് ഞങ്ങൾ കൃഷികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ്. കൃഷികളായിട്ട് മാത്രം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഉപജീവന മാർഗം. ജീവിതത്തിൽ ആദ്യമായിട്ടാണോ കടുവയെ നേരിട്ട് കാണുന്നത്? കടുവയെ നേരെ ഫേസ് ടു ഫേസ് ആദ്യം കാണുന്നത്? നേരെ കാണുന്നത്. ഇതിന് മുമ്പ് ഏതൊക്കെ ജീവികളെ കണ്ടിട്ടുണ്ട്? ഇവിടെ അങ്ങനെ പലതും അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കണ്ടിട്ടുണ്ട്. പന്നിയൊക്കെ കണ്ടിട്ടുണ്ട്. പന്നി, പിന്നെ കുരങ്ങ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളെയും കണ്ടിട്ടുണ്ട്. മുള്ളനെ, പന്നി, ഇങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ കടുവയുടെ അടുത്ത് എങ്ങനെ ഒരു അതിന്റെ മുന്നിൽ പെട്ടു പെടാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് 300-ലധികം തെങ്ങുണ്ട്. എനിക്ക് ഈ തെങ്ങയിലുള്ള തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ 100 കിണ്ടലിനധികം തേങ്ങ ഒരു വർഷം വിറ്റോണ്ടിരിക്കുന്നത്. 4 ട്രിപ്പായിട്ട് വിറ്റോണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ 4 വർഷമായിട്ടാണ്, 3 വർഷം 4 വർഷമായിട്ട് ഒരു തെങ്ങയിൽ പോലും എനിക്കൊരു തേങ്ങ പോലും കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയത് 9 കിൻഡൽ തേങ്ങയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ കിട്ടാതെ? കുരങ്ങ് പറിച്ച് കളയുന്നുണ്ട്. അപ്പൊ ഈ കുരങ്ങ് പറിച്ച് നശിപ്പിക്കുന്നതിന്റെ പേര് ഞാനിപ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കതിരൂര് പോയിട്ട് പ്രകാശ് എന്ന് പറഞ്ഞ ഒരു ഫയർ വർക്ക്, അപ്പൊ അവിടെ പോയിട്ട് 500-600 രൂപയുടെ പടക്കവും ബാണവും മേടിച്ചുകൊണ്ട് വന്നിട്ട് മാസത്തില് 1 മാസം 1.5 മാസത്തേക്ക് ഇത് മേടിച്ചിട്ടുണ്ട്. ദിവസവും ഞാൻ പോയിട്ട് ഇത് പൊട്ടിക്കുക, കുരങ്ങന്മാരിലേക്കും ഞാൻ പോരുമ്പോ കുരങ്ങ് ഇറങ്ങും. ഇപ്പൊ രാവിലെ മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഞാൻ അതുകൊണ്ട് എല്ലാ ഗുണ്ടുണ്ട്. വാണൻ 2 സൈസ് ഉണ്ട്. പിന്നെ ഈ ഗുണ്ട് പടക്കമാണ്, ഈ അത് ഗുണ്ട് കെട്ടിയ ഗുണ്ടാണ്, അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സാധനം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ, അപ്പൊ അന്ന് പണിക്കാരില്ലായിരുന്നു, പണിക്കാർ 2-3 പണിക്കാരുണ്ട്. അപ്പൊ ഞാനിത് പൊട്ടിക്കാൻ വേണ്ടിയാണ് രാവിലെ ഒരു 9 മണി, കാരണം മഴയും പരിപാടിയൊക്കെ ഉണ്ട്. 9 മണിക്ക് ഞാൻ ചെല്ലുന്നു. ഞാൻ പറമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുരങ്ങ് ഒരു അകാരണമായിട്ട് എന്തോ ഒരു ദയനീയ രീതിയിലുള്ള കാർച്ചയാണ്. ഒരു 10-15 ഒരെണ്ണേ കാർന്നുള്ളൂ. അപ്പൊ 1 മണിക്കൂറിന് അധികം ഞാൻ പറമ്പിൽ കൂടെ നടന്നേച്ച് ഞാൻ തിരിച്ചു പോരാൻ, പിന്നെ കുരങ്ങ് കാറുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ, ഒരു 20-25 മീറ്റർ അടുത്താണ്. എൻ്റെ പേരപ്പൻ, എൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ്റെ സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം. എൻ്റെ സ്ഥലത്തേക്ക് കുരങ്ങ് വരുന്ന ആ പറമ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇത് എന്നാന്ന് നോക്കാൻ വേണ്ടി 2 പ്രാവശ്യം പോകണ്ട എന്ന് തിരിച്ച് പോകുന്ന, പക്ഷേ എന്തോ ഒരു ശക്തി എന്നെ വലിച്ചുകൊണ്ട് പോകുന്നവരാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്, ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ കുരങ്ങിനെ ശ്രദ്ധിച്ച് പോകുന്നു. എന്നെ കണ്ടവിടെ കുരങ്ങെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിപ്പോകുന്നു. ചാടിപ്പോയിട്ട് ഞാൻ നേരിട്ട് നോക്കുന്നുണ്ട്, ഈ പിന്നെ കടുവയായിട്ട് 3 മീറ്റർ അടുത്ത് ഞാൻ എത്തി. 3 മീറ്റർ അകലെയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അന്നേരം അളവൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം പോകേണ്ടി വന്നതിന്റെ പേരിലാണ് ഇതിന്റെ അളവും അളവെടുക്കാനുള്ള മാനസികാവസ്ഥയല്ലോ. അല്ല, എന്നിട്ട് ഞാൻ ഇതിനെ കണ്ട അതേപടി തന്നെ ഞാൻ അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് പറിക്കുക. അതൊരു ചെറിയ വാക്ക് തന്നെയല്ലേ. അതുകൊണ്ട് നേരെ പുറകോട്ട് മാറി, 2-3 ചുവട് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണ് പറിക്കുക. നേരെ അതെന്താണ് അതിന്റെ സൂത്രം? അത് അനങ്ങുന്നുണ്ടോ, എന്താണ് അതിന്റെ പ്രകോപനം, അതിനെന്ത് കാണിക്കും എന്നൊക്കെ. ഇപ്പൊ നമ്മളിപ്പോ ചെറുപ്പം മുതലുള്ള ഈ പട്ടിയുടെയൊക്കെ നേരെ മുമ്പിൽ ചെന്ന് പെട്ടുണ്ട്. പട്ടിയൊക്കെ ഓടിക്കും. ഈ പട്ടിയൊക്കെ കടിക്കുന്നതിന്റെ, പിള്ളേരെ കടിക്കുന്നതിന്റെ കാരണം ഇത് കാണുമ്പോഴേ ഓടുന്ന പേടിച്ചോടുന്നുണ്ട്. നമ്മൾ നേരെ നോക്കി കഴിഞ്ഞാൽ അതിനും പേടി വരും. നേരെ ചാടി വരുന്നതിന് നമുക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും കാലത്തെ പരിചയം ഉണ്ടല്ലോ എനിക്ക്. അതാണ് ടെക്നിക്ക്. ഇത്രയും കാലത്തെ ആ പരിചയം വെച്ചാണ് ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് പറയുന്നത്. എന്നിട്ട് ഈ കളികളിൽ നോക്കിക്കൊണ്ട് ഞാൻ ഈ കപ്പിലാവ് കയറി ഞാനോട്ട് കപ്പിലാവ് ഒരു കശുമാവ് ഉണ്ടായിരുന്നു. കശുമാവ് തോട്ടമാണ്. അപ്പൊ ഈ കശുമാവ് തോട്ടം എന്റെ എല്ലാ പേരപ്പന്റെ പുറമാണ്. അപ്പൊ ഞാനോട്ട് എന്റെ പറമ്പായിട്ട് ഒരു 20 മീറ്ററിന്റെ അകലമുണ്ട്. അപ്പൊ ഇതിലോട്ട് ചാടി കയറുന്ന ഇതിന് ഉയരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കയറാനില്ല. 5 അടി ഉയരേ ഉള്ളൂ. അത് കേട് പിടിച്ചിട്ട് കപ്പിലാവായിരുന്നു. അതല്ലാതെ അടുത്ത് കയറാൻ പറ്റിയ ഒരു മരവും ഇല്ലായിരുന്നു.
അങ്ങനെ കയറി അവിടെ ഇരുന്നു. ഈ കടുവയെ ഞാൻ ആ കടുവ കിടന്ന കിടപ്പ് കിടക്കുന്ന, ആ കടുവ കിഴക്കോട്ട് നോക്കി കിടക്കുന്നു, ഞാൻ കിടക്കുന്ന പടിഞ്ഞോട്ട് കൊണ്ട്. പടിഞ്ഞോട്ട് നേരെ ഒരു മുഖാമുഖം. മിനിറ്റ് അവിടെ നിൽക്കട്ടെ. കാരണം എന്താ വെച്ചാൽ കടുവ താഴെ കിടക്കുന്നു, നിങ്ങൾ സേഫായിട്ട് മരത്തിന് മുകളിലുണ്ട്. സേഫ് ഇല്ല സേഫ് എന്ന് പറയാൻ പറ്റില്ല. ഹൈറ്റ് കുറവാണ്, 5 അടി ഉയരമുള്ള 5-5.5 അടി ഉയരത്തിക്കുള്ളിൽ അത്രേ എനിക്ക് കയറാൻ പറ്റുള്ളായിരുന്നു. അത്രേ ഉള്ളൂ. ആ കശുമാവ് അത് കഴിഞ്ഞ് ചെറിയ കമ്പുകളാണ്, ചെറിയ കമ്പുകളാണ്, പിന്നെ കയറാൻ പറ്റില്ല എനിക്ക്. അപ്പൊ കശുമാവിന്റെ മുകളിൽ നിങ്ങളുണ്ട്, അതെ, കടുവ താഴെ. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. രാജേഷേ, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് 9 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ഇടത് മുന്നണി സർക്കാരാണ്. എപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഈ വനംവകുപ്പ് പോലുള്ള ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വകുപ്പ് റൂളിംഗ് പാർട്ടി എന്ന് പറഞ്ഞാൽ മേജർ പാർട്ടികളുടെ കയ്യിലേക്ക് വരുന്നില്ല, എപ്പോഴും ഘടകകക്ഷികളുടെ കയ്യിലാണ്. എപ്പോഴും വിവാദമുള്ളൊരു സാധനമാണ്. ഇതുപോലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന, വന്യമൃഗ അക്രമം ഉണ്ടാകുന്ന, മനുഷ്യർ കൊല്ലപ്പെടുന്ന ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയമുള്ള ഈ വകുപ്പ് എപ്പോഴും പരാതിയാണ്. നമ്മൾ മിനിസ്റ്റർ കാര്യത്തിലും നമ്മൾ പരാതികൾ കേൾക്കാറുണ്ട്. എന്ത് തോന്നുന്നു, ഗൗരവത്തിലെടുക്കാറില്ലേ നിങ്ങൾ ഇതിനെ? ഇത് ഗൗരവത്തിന്റെ ഒരു പ്രശ്നമല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സുരേഷ് പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. വന്യമൃഗങ്ങൾക്ക് വന്നിട്ട് നമുക്ക് തീർക്കാം. അതിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണ്. വനം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. 1972 രൂപീകരിച്ചിട്ട് ഈ വനം വന്യജീവി നിയമം 2025 അതിങ്ങനെ തുറന്നു വരികയാണ്. ഒരു കടുവ ഒരു കർഷകന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കർഷകൻ അതിനെ വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ തളയ്ക്കാനോ എന്തെല്ലാം നിയമ ഗുരുക്കളുണ്ട് നമുക്കറിയാം. നിയമത്തിൻ്റെ ഭാഗമായിട്ട് കാലോചിതമായി അത്തരം നിയമങ്ങൾ പരിഷ്കരിക്കണോ? ഇപ്പോൾ അതിനുള്ള ആവശ്യമായ ഇടപെടൽ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അത് എത്രമാത്രം വിജയിക്കും നമുക്ക് കണ്ടറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം നിയമസഭ പാസ്സാക്കിയാലും ഗവർണർ ഒപ്പിടണം, കേന്ദ്ര രാഷ്ട്രപതി അംഗീകരിക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും അവസാനിപ്പിക്കണമെങ്കിൽ കേന്ദ്ര വന്യജീവി നിയമം തന്നെ കാലോചിതമായി പരിഷ്കരിച്ച് കർഷകരെ സഹായിക്കുന്ന നിലപാടിലേക്ക് വരണം എന്നുള്ളതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ വനം വകുപ്പ് മന്ത്രി മോശമൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, നന്നായിട്ട് ഇടപെടുന്നതാണ്. പ്രാദേശികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശികമായി വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നൊരു വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു സെക്കൻഡ്, വേലായുധൻ, എന്ത് തോന്നുന്നു? ഈ മന്ത്രിയെ കുറിച്ച് ഇപ്പോൾ രാജേഷ് പറഞ്ഞല്ലോ, എപ്പോഴും പരാതി മന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട്. എങ്ങനെ, നല്ല മന്ത്രിയാണോ? മന്ത്രി നല്ലതാണോ മോശമാണോ എന്നതല്ല പ്രശ്നം. മന്ത്രി ക്രിയാത്മകമായി വിഷയം ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഒരു പ്രശ്നം പരിഹരിക്കാൻ, ആ ഒരു വിഷയം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിയാണ് നമ്മൾ എപ്പോഴും കാണേണ്ടത്. ആ ഇച്ഛാശക്തി നിങ്ങൾ ഈ മന്ത്രിക്കുണ്ടോ? നമ്മുടെ ഇല്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്കറിയാം അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു ഇച്ഛാശക്തിയുടെ കുറവ് ഉണ്ട് എന്നതിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ആറളത്ത് തന്നെ വിഷയമുണ്ട്. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയായി ബന്ധപ്പെടുന്ന വളയൻചാൽ മുതൽ രാമച്ചി വരെയുള്ള ഭാഗം മുമ്പ് 2010 ഇതുപോലെ ആക്രമണവും കേളകം, കണിച്ചാർ, കൊട്ടിയൂർ ഭാഗങ്ങളിൽ നടക്കുന്ന വല്ലാത്ത ഇടപെടൽ, വന്യജീവികളുടെ ഇടപെടൽ, ആ ഇടപെടൽ വന്നപ്പോൾ ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിക്കൊണ്ട് വളയൻചാൽ മുതൽ രാമച്ചി വരെയുള്ള 13 കിലോമീറ്റർ ആനമതിൽ, ആ ആനമതിൽ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഗുണഗണങ്ങൾ പഠിച്ചിട്ടാണ് ജനങ്ങൾ പറയുന്നത് ബാക്കിയുള്ള ഭാഗം ആനമതിൽ വേണമെന്ന്. അപ്പുറം ഈ ആനമതിൽ നിർമ്മിച്ച സ്ഥലത്ത് യാതൊരുവിധ ഇടപെടലും ഇപ്പോൾ വന്യജീവികളുടെ ഭാഗത്തുനിന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സമയബന്ധിതമായി 18 മാസം കൊണ്ടാണ് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയെ കൊണ്ട് DPR തയ്യാറാക്കി അന്ന് 2010 ഗവൺമെന്റ് വളരെ താല്പര്യപൂർവ്വം ഈ 13 കിലോമീറ്റർ മതില് നിർമ്മിച്ചു. അതിനുശേഷം അങ്ങോട്ടേക്ക് വന്യജീവികളുടെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, വളരെ റേർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. സമയബന്ധിതമായി പദ്ധതി പ്രഖ്യാപിക്കാനും അത് നടപ്പിലാക്കാനും കഴിയണം. 2015 തൊട്ട് 17 തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ആനമതിലുമായിട്ട് ആറളത്ത് നടക്കുന്ന ഒരു പ്രതിബന്ധം. വർഷങ്ങളായി ഈ ആനമതിലുമായിട്ട് പോകുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ സഹിച്ചിട്ട് കേരള ഹൈക്കോടതിയിൽ ആദിവാസികളായ ആറള ഫാമിലെ ആദിവാസികൾ ഈ മതിലിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് അന്ന് കോടതിയിൽ നിന്ന് ഇന്റേണൽ റിലീഫ് ഉണ്ടായി. അടിയന്തരമായി 18 മാസത്തിനുള്ളിൽ ഈ മതിൽ പണി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദിവാസികൾ കൊടുത്തൊരു പരാജയം, പൊതുതാൽപര്യ ഹർജി, അതിന്മേൽ ഓർഡറാക്കിയെങ്കിലും പിന്നീട്
ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഹൈക്കോടതിയുടെ മുമ്പാകെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അവിടെ മതിലിനേക്കാൾ വയബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ഹാങ്ങിങ് ഫെൻസിങ് ആണ് എന്ന് പറഞ്ഞ് ഒരു എന്താ ഈ പിന്നെ സത്യവാങ്മൂലം കൊടുത്തു. അതെ, സത്യവാങ്മൂലം കൊടുത്തു. അതല്ല, ഈ ഒരു കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തവരന്ന്. ബ്ലോക്കായി. അതെ, അതോടുകൂടി അവിടെ അത് ബ്ലോക്കായി എന്ന് മാത്രമല്ല, പിന്നീട് അതിന്റെ 22 കോടി ഉറുപ്പികയാണ് അതിന് അനുവദിച്ചെങ്കിൽ 10.5 കിലോമീറ്ററിന് 22 കോടി ഉറുപ്പികയാണ് അന്ന് അനുവദിച്ചെങ്കിൽ ഡ്രാഗ് ചെയ്ത് അവസാനം എന്തായി, അത് 57 കോടിയിലേക്ക് വന്നു. എന്നിട്ടാണ് ഇപ്പൊ പൂർത്തിയാക്കിയത്. ഇല്ല, പൂർത്തിയായിട്ടില്ല. ഇല്ല, 10 കിലോമീറ്റർ ചെയ്യേണ്ട പ്രവൃത്തി കേവലം 5 കിലോമീറ്റർ ചെയ്തിട്ട് അവിടെ കൊണ്ട് നിർത്തി കരാറുകാരൻ ഇട്ടേച്ചു. ഒരു മിനിറ്റ് തിരിച്ചു വരാം. ശ്രീ സുരേഷ്, ഈ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഈ ഗൗരവമായിട്ട് ഇതിനെല്ലാം കാണുന്നുണ്ടോ? മന്ത്രിയൊക്കെ അത്ര മന്ത്രി എപ്പോഴും ഈ വിഷയത്തിൽ ഈ പറയുന്ന വനം മന്ത്രി എപ്പോഴും വിവാദത്തിന്റെ പടികളിൽ എപ്പോഴും കാണാറ്. എന്താ തോന്നുന്നു സുരേഷ്? ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ആത്മ ഫാമിലി വിഷയം തന്നെ. ഇന്നിപ്പോ മലയോരത്തിന്റെ എല്ലാ മേഖലകളിലും വിഷയങ്ങൾ ഇപ്പോൾ കൊട്ടിയൂർ കേളൻ ഗണിച്ചത്, അങ്ങനെ പേരാവൂർ മുതലുള്ള അയ്യങ്കുന്ന ആറും എല്ലാ പഞ്ചായത്തിന്റെയും ബോർഡറുകൾ കർഷകരുടെ പ്രശ്നം പറയുന്നു. ആറളം പഞ്ചായത്തിനകത്തുള്ള ഒരു വാർഡിനടുത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 14 പേരും വാർഡിനടുത്ത് പറയും. ആ ഒരു വാർഡിലെ വിഷയമാണ് ചർച്ച. വാർഡിൽ 14 നിയോജകമണ്ഡലമാവട്ടെ, ഒരു ജില്ലയാവട്ടെ, ഒരു സ്റ്റേറ്റ് ആവട്ടെ, ഒന്നുമല്ല. ആറളം പിന്നെ ഈ വനവാസികൾ പതിച്ചു കൊടുത്ത അല്ലെങ്കിൽ ആദിവാസികൾ പതിച്ചു കൊടുത്ത ഒരു വാർഡിനകത്ത് 14 പേർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മരിച്ചിട്ട് എന്നിട്ട് ഒരു ഭരണകൂടം കെടുകാര്യസ്ഥതയോട് മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആ മന്ത്രി, നമ്മൾ മന്ത്രിയെ ചർച്ച ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റൊക്കെ കൈകാര്യം ചെയ്ത മന്ത്രി അതിനകത്ത് എത്രമാത്രം താല്പര്യം ഈ വിഷയങ്ങളെ പരിഹരിക്കാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കേണ്ട കാര്യം. 14 പേര് ദുരന്തത്തിൽ മരിച്ചു. ഇപ്പോഴും ഈ പുനരധിവാസ മേഖലയിൽ വനവാസികൾക്ക് പാവങ്ങൾ പതിച്ചു കൊടുത്ത ഭൂമിക്കകത്തിരിക്കുന്ന 10-40 ആനകൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന മോഴയാനെ അടക്കം ഇപ്പോഴും പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച് നിൽക്കുകയാണ്. ഈ ആനകളെ തുരത്തിവിടാൻ വേണ്ടി നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഫലപ്രദമായിട്ട്? ഇപ്പൊ പറഞ്ഞു 52 കോടി രൂപയോ 57 കോടി രൂപയോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പട്ടികജാതി വികസന കോർപ്പറേഷന്റെ ആ ഫണ്ട് എടുത്തിട്ട് ഇവിടെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അനുവദിച്ച് കരാറുകാരന് കൊടുത്തത് 2023 സെപ്റ്റംബർ 13 മന്ത്രി വന്ന് താക്കലിട്ടതാ. 2023 സെപ്റ്റംബർ 13. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് 2025 സെപ്റ്റംബർ മാസത്തിലാണ്. 2 വർഷം കഴിഞ്ഞു. 1 വർഷം എടുത്ത് പൂർത്തിയാവേണ്ട പ്രവൃത്തി എന്തുകൊണ്ട് പൂർത്തിയാവില്ല? എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ഡിപ്പാർട്ട്മെന്റ്? എനിക്ക് മനസ്സിലാക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വരുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ നോക്കി നിൽക്കുന്നുണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാവാത്തത്? എന്തുകൊണ്ടാണ് വിവിധ വകുപ്പുകൾ, പൊതുമരാമത്ത് വകുപ്പാവട്ടെ, പട്ടിക വികസന വകുപ്പാവട്ടെ, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ആവട്ടെ, പ്രാദേശിക ഭരണകൂടമാവട്ടെ, എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തി 10 കിലോമീറ്റർ ദൂരമാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്? 52 കോടി അനുവദിച്ചു, 2 വർഷം പൂർത്തിയായി. എന്തുകൊണ്ടാണ് പ്രവൃത്തി 14 പേർ കൊല്ലപ്പെട്ടിട്ടും ഈ 10 കിലോമീറ്റർ മതിൽ കെട്ടാൻ നമുക്ക് സാധിക്കുന്നില്ല? കരിങ്കല്ല് ഇറക്കിയ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. നമുക്കൊന്ന് നമ്മള് ഇടക്ക് വെച്ച് ശ്രീ അപ്പച്ചൻ മരത്തിൽ കയറി ഇരിക്കുകയാണ്. അപ്പച്ചൻ അവിടെ തന്നെ ഇരിക്കുകയാണോ, ഇറങ്ങിയൊന്ന് നോക്കണ്ടേ? എന്താണ് അപ്പച്ചൻ, എന്തായിരുന്നു ഈ ഓടി ഇതിനകത്ത് കയറുമ്പോൾ? ഇത് ചെറിയ മരമാണല്ലോ ഈ കശുമാവിൻ, അതിനകത്ത് ജീവനം കൊണ്ട് ഓടി അവിടെ കയറിയപ്പോഴാണ് മേലേക്ക് വരാൻ കഴിയില്ല, മുകളിലോട്ട് കയറാൻ സ്ഥലം ഉണ്ടെന്ന് അന്നേരം തോന്നി. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കയറി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഒച്ചം ബഹളം എടുത്തു. കാരണം ആൾക്കാരെ ഈ കടുവ നിങ്ങൾ നോക്കുന്നില്ലേ? ഉണ്ട്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ കടുവ വേണമെങ്കിൽ ആ കടുവയ്ക്ക് ചാടി നിങ്ങൾ പിടിക്കാം, എന്നെ നേരിട്ട് പിടിക്കാം. ഞാൻ എന്നിട്ട് കടുവയെ നോക്കിയിരിക്കുന്നു. കടുവ നോക്കിയിട്ട് അരമണിക്കൂറിലധികം ഞങ്ങൾ തമ്മിൽ നേരെ ഇരുന്നു. എന്നിട്ട് ഞാൻ ടൗണിലേക്ക് എന്നെ നോക്കി കിടക്കുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഭാവ വ്യത്യാസം കാണിച്ചു. എന്തോ അങ്ങനെ കിടന്നു. എന്റെ ഭാഗ്യമാണോ മക്കളുടെ ഭാഗ്യമാണോ ആരുടെയാണെന്ന് എനിക്കറിയത്തില്ല. നേരെ നോക്കിയെടുക്കാന്ന്. എന്നിട്ട് ടൗണിലേക്ക് ഞാൻ പോയ വണ്ടിക്കാരെ വിളിച്ച് നാട്ടുകാർ, ഞാൻ പറയുന്നത് ഇങ്ങനെ മൊബൈൽ കയ്യിലുണ്ട്, മൊബൈൽ തിരിച്ച് ഞാൻ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ സമയം, 30 മിനിറ്റ് കൂടുതൽ സമയം. 30 മിനിറ്റ് മുകളിലിരുന്നു, ഞാൻ അവിടെ ഇരുന്നു. അവര് വരാൻ 30 മിനിറ്റ് എടുത്തു. 30 മിനിറ്റ്, 1 മണിക്കൂർ മൊത്തം ഇല്ല, മൊത്തത്തിൽ 30 മിനിറ്റ് കൊണ്ട് അവരെത്തി. അത്രേ ദൂരം ഉള്ളൂ. അങ്ങനെ ഒരു 2 കിലോമീറ്റർ അകലേ ഉള്ളൂ. ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ. ആളുകൾ ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു, അത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. സ്ഥലം ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. ഫോണിൽ സംസാരിക്കുന്നു, കടുവ നിങ്ങളെ നോക്കി കിടക്കുന്നു. ഞാൻ പറയുന്നത് എന്നാണ്, ഞാൻ എന്തോ ചെയ്യുന്നു, കടുവ നോക്കി കിടക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ മുഖാമുഖം നോക്കിക്കൊണ്ട് അവിടെ കിടക്കുന്നു. ഒരു ഭാവഭേദവും കാണിച്ചില്ല. എന്നോട് യാതൊരു അക്രമ സ്വഭാവമോ വേറെ യാതൊരു ഭാവഭേദമോ എന്നോട് കാണിക്കുന്നില്ല. 1/2 മണിക്കൂർ എന്തോ സ്നേഹം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ
പ്രായാധികയാണോന്ന് അറിയത്തില്ല. ആ. എന്തായാലും മുകളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ 2 പേര് ആദ്യം ഇറങ്ങി വരുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ അങ്ങാടിക്കട ടൗണിലുള്ള 2 പേരെ ആദ്യം ഇറങ്ങി വരുന്നത്. അവരിറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുന്നത് എവിടെയാ അപ്പഞ്ചേട്ടാ എന്ന് ചോദിച്ചു വർത്താനം പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അന്നേരം നേരിട്ട് വർത്താനം. അപ്പോൾ ഇവർ ചവിട്ടി പിടിച്ച് വരുന്ന ഒച്ച കേട്ടോണ്ട് മെല്ലെ ഇറങ്ങാൻ മാറി. ആ കടുവ ഒരു മരത്തിന്റെ ചുവട്ടിലായിരുന്ന മരത്തിന്റെ മുകളിൽ ചേർന്ന മരത്തിന്റെ സൈഡിൽ കൂടെ എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ പോയിട്ടുണ്ടാകും? നിങ്ങളൊരു നിരീക്ഷണം എന്താണ്? എനിക്കൊന്നും അതിനെപ്പറ്റി കൊന്നു തിന്നതിന്റെ ഉണ്ട്. അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവര് വന്നതിന് ശേഷം ഈ കടുവ അങ്ങോട്ട് മാറിയല്ലോ. മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ താവട്ടിറങ്ങി നോക്കുമ്പോഴാണ് അവരാണ് പന്നിയെ പിടിച്ചു കിടക്കുന്നത്. ഒരു പന്നിയെ പിടിച്ച് കിടപ്പുണ്ട്. ഒരു 10-25 കിലോ ഉള്ള ഒരു പന്നിനെ പൂർണ്ണമായും തിന്നിട്ടില്ല. ഇല്ല, കഴുത്ത് മാത്രം തിന്നു. തല അതിനോട് സൈഡിൽ കിടപ്പുണ്ട്. അതിലും മൊബൈലുണ്ടായിരുന്നു, ഫോണിലുണ്ട്. അത് കാണിച്ചു തരാൻ മൊബൈലുണ്ട്. ബാക്കി ശരീരഭാഗം ഫുള്ളായിട്ട് വയറൊന്നും പൊട്ടിച്ചിട്ടില്ല, കഴുത്ത് മാത്രം, തലയോടെ മാറിയിരിപ്പുണ്ട്. എന്നിട്ട് ആ പന്നി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു 2 കിലോ 3 കിലോ കൂടുതൽ പഠിച്ചിട്ടില്ല അവൻ. എന്നിട്ട് അവിടെ കിടപ്പുണ്ട്. എന്നിട്ട് ഈ പന്നി അങ്ങനെ പോയി. അപ്പോഴത്തേക്കും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, ആൾക്കാർ വന്നു. അപ്പോഴത്തേക്കും ബഹളമായി, പോലീസ് കൊണ്ട് വന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വന്നോളി വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ താഴെ ഇറങ്ങുന്നത്, ഫോറസ്റ്റുകാരൻ താഴെ ഇറങ്ങുന്നു. ഇവരെല്ലാം അത് കണ്ടേച്ച് ഞങ്ങൾ റോഡിലോട്ട് കയറുന്നു. റോഡിൽ ഒരു 20 മിനിറ്റ് ഈ ഇറക്കത്താലുള്ളത്. ഞങ്ങൾ മുകളിൽ കയറ്റത്തിലോട്ട് കയറുന്നു. കയറ്റത്തിലോട്ട് കയറി റോഡിൽ പോയി അവിടെ നിൽക്കുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ്ട് 1 മണി സമയം ആകുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ റേഞ്ച് ഓഫീസർ വന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2-3 വണ്ടി പോലീസുകാരെല്ലാവരും കൂടെ വന്നായിരുന്നു. SI CI എല്ലാം അടക്കം വന്നായിരുന്നു. അപ്പോൾ ഇവരെല്ലാമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ നോക്കുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് എന്നെ വണ്ടിയെ കയറ്റി അവർ കാരണം കൊണ്ടുവന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് മാതൃഭൂമി ന്യൂസുകാർ, മാതൃഭൂമി ചാനലുകാർ എന്നെ വിളിക്കുന്നു. എൻ്റെ ഫോണിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സ്ഥലത്തേക്ക് ഒന്നും കൂടെ വരാവോ, അവിടെ കൊണ്ട് കാണിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണിക്കാൻ വരാമെന്ന് പറഞ്ഞു. കാണിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ മാതൃഭൂമിക്കാരുടെ വണ്ടിക്കാണ് ഞാൻ രണ്ടാമതിനെ പോകുന്നത്. അന്നേരം 2:30 മണി സമയം കഴിഞ്ഞ് 2-2:45 സമയത്ത് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് തന്നെ ഇരുന്നു. ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് ഫോറസ്റ്റുകാരുണ്ട്, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ നാട്ടുകാർ 2 പേരുണ്ട്, ഒരു പോലീസ് വണ്ടിയുണ്ട്. പോലീസ് വണ്ടിക്കകത്ത് SI അടക്കം ഒരു 3-4 പോലീസുകാരുണ്ട്. അപ്പോൾ അത്രയും പേര് അവിടെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇവർ ചാനൽ പിടിക്കാൻ വേണ്ടി, ഇത് ശരിക്കും TV പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് ചോദ്യം ചോദിച്ചുള്ളൂ. ഞാൻ ഒരു പോലീസുകാരൊന്നും വിട്ടുന്നില്ല, ഫോറസ്റ്റുകാരോട് ഞാൻ ചോദിച്ചു, എൻ്റെ സംരക്ഷണം ഇനി മുതൽ നാളെ ഞാൻ ഈ പറമ്പിൽ വരുമ്പോൾ നിങ്ങൾ എനിക്ക് സംരക്ഷണം തരുമോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വെള്ളപ്പേപ്പറും പേനയുണ്ടെങ്കിൽ, ഒരു പേപ്പറും പേനയുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. എൻ്റെ ജീവനും സുരക്ഷിതത്വം നിങ്ങൾക്ക് തരണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കടുവ പിടിച്ചാൽ പിടിച്ചോട്ടെ, പിടിച്ചു പോയാലും എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല, നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു. അന്നേരമാണ് 2 മിനിറ്റ് കേട്ടെന്ന്. ഉടനെ അവരാരെ വിളിച്ചു, ജവസർ ആരെ വിളിച്ചു പെറുക്കി ചോദിച്ചിട്ട് വരും, ചേട്ടാ പൊക്കോളാൻ പറ്റും. അങ്ങനെ തിരിച്ച് ഈ ഉരുപ്പൻകുറ്റിയിൽ അവിടെ നമ്മുടെ ഒരു 2-3 കിലോമീറ്റർ അടുത്ത് ഒരു ബീറ്റ് ഗാർഡിൽ പിന്നെ പൊന്നുളം ബിനോയ് എന്ന് പറഞ്ഞിട്ട് കക്ഷി ഞങ്ങളുടെ കൂടി വന്നു. നാട്ടുകാർ 2 പേര് വന്നു, അവർ ചാനലുകാർ 2 പേര്, ഞങ്ങൾ ഇത്രയും പേര് കൂടി ആര് ചെല്ലുമ്പോഴാണ് പന്നി കിടന്നിടത്തില്ല. പന്നിയുടെ ജഡം ആ കിടന്ന സ്ഥലത്തില്ല. അപ്പോൾ പിന്നെ അത് വേഗം പരിശോധിച്ചു. പെട്ടെന്ന് പരിശോധിച്ചു. ഞങ്ങൾ ഇറങ്ങി പരിശോധിച്ചപ്പോഴാണ് പിന്നെ 2ാമത്തെ കടുവ കയറി വരും. ഫോറസ്റ്റ് പറഞ്ഞതല്ലേ കറക്റ്റ്, നിങ്ങൾ പോകാൻ പാടില്ലല്ലോ, കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. 2ാമത് അന്നേരം തിരിച്ചു വരും നമ്മൾ അറിയുന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ധൈര്യം വെച്ചാൽ പോകുന്നത്. കാരണം ഞാൻ അന്നേരം ഒരു 1/2 മണിക്കൂർ മിച്ചതിനോട് ഞാൻ ഇടപെട്ടതല്ല. അപ്പൊ പിന്നെ എനിക്ക് അതുകൊണ്ട് പേടിയെ തോന്നിയില്ല. ഫോറസ്റ്റുകാരുടെ ഭാഗത്താണ്. അപ്പൊ ശരി, ശരി എന്തായാലും പാടില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 പേരില്ലേ, 4 പേരുണ്ടായാലും ഒരു കടുവ വന്നാൽ നേരിടാൻ പറ്റുമോ? അങ്ങനെ നേരിടാൻ പറ്റുമോ? അങ്ങനെ ധൈര്യത്തിലാ പോയത്. ഒന്നുമില്ല, പറ്റുമോ? നേരിടാൻ പറ്റിയല്ല. 4-5 പേരുണ്ടെങ്കിലും ഒന്നും ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റിയല്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം അതൊന്നും ചിന്തിക്കുന്നില്ല സാറേ. അതൊന്നും ചിന്തിച്ചോണ്ടല്ല ഇറങ്ങിപ്പോയത്. കാരണം വെച്ചാൽ പോകണം തോന്നി പോയി ഇറങ്ങിപ്പോയി. ഈ പന്നി എവിടെ പോവാ? പന്നിയെ കടുവ തന്നെ പിടിച്ചോണ്ട് പോയതാണ്. പന്നീനെ കടുവ തന്നെ നേരിട്ട് വലിച്ചോണ്ട് പോയ പാടും അത് കഴിഞ്ഞിട്ടാണ് കടുവയുടെ കാൽച്ചോട് ഇവര് ഒരു 12 ഇഞ്ച് നീളമുള്ള ഒരു കമ്പ് പേന ഏതാണ്ട് വെച്ചിട്ട് അതിന്റെ കാലിന്റെ ചോടെടുക്കുന്നതും കടുവയാന്ന് അന്നേരം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പൊ അപ്പച്ചനെ കടുവ ഒഴിവാക്കി, എന്നെ ഒഴിവാക്കിയത്. എന്നിട്ട് പന്നിയെ വീണ്ടും ഭയങ്കര ഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് എടുത്തുണ്ട്. അന്നേരം ഞാൻ ഇവര് ഫോറസ്റ്റായിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ തോലപ്പടക്കം ഉണ്ടോ, നിങ്ങൾ എല്ലാവരും കൂടെ വരുവാണെങ്കിൽ നമുക്ക് അതിനെ കയറ്റി വിടാം, ഓടിച്ചു വിടാം. അവരെ അടുപ്പിക്കാം. അവര് പിന്നെയും വിടുകയില്ല. പിന്നെ അവര് സമ്മതിക്കാം, അവരൊന്നിനും സമ്മതിക്കില്ല. പിന്നെ മാതൃഭൂമിക്കാരെ ചാനൽ അത് പിടിച്ചു. ഞങ്ങൾ കയറി ഞാൻ തിരിച്ചു പോരും ചെയ്തു. പിന്നെ അവരെ പിറ്റേ ദിവസം ഞാൻ CI എടുത്തു പോയിരുന്നു. CI എന്നോട് പറഞ്ഞായിരുന്നു, പിറ്റേ ദിവസം ഞാൻ അനുവാദം ചോദിച്ചായിരുന്നു. കയറിപ്പട്ടി CI എടുത്തു. CI എനിക്ക് പിന്നെ കാര്യങ്ങൾ പറഞ്ഞ ഒരു 3/4 മണിക്കൂർ CI എടുത്ത് സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കണ്ണൂർ റേഞ്ച് ഓഫീസർ എടുത്തുകൊണ്ട് കൂട് വെച്ച് പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ കടുവയെ കൂട് വെച്ച് പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ കൂടുതലും വെച്ചില്ല, അവർ ക്യാമറ വെച്ചുള്ളൂ. ക്യാമറ വെക്കുന്ന അയാളുടെ പിന്നെ അദ്ദേഹം എന്നോട് അന്നേരം പറഞ്ഞു. കാരണം ഈ രജിസ്റ്റർ എന്നോട് സംഭവ സ്ഥലത്ത് അയാൾ പുള്ളി വന്നായിരുന്നു. പക്ഷെ ഇവരന്നേരം എല്ലാം ഈ മട്ടന്നൊരു അവിടെ കണ്ട് ഒരു കാട്ടുപോത്തിനെ വെടി വെക്കാൻ വേണ്ടി അതിന്റെ പുറകെ ആയിരുന്നു. അവിടെ ആദ്യം ആരും ഇല്ലായിരുന്നു, പോസ്റ്റ് ഓഫീസിൽ ആരും ഇല്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ കടുവ പ്രശ്നം അതിന്റെ വീട്ടിലാണ്. ഒരു ഭാഗത്ത് കാട്ടുപോത്ത്, ഒരു ഭാഗത്ത് കടുവ. കടുവ. രാജേഷ്,
ഈ പറഞ്ഞല്ലോ ഇപ്പം അവസാനം പറഞ്ഞു നിർത്തിയ ഒരു സ്ഥലത്ത് ഈ ഒരു വാർഡിൽ 14 പേര് മരിക്കുകയും 10 കിലോമീറ്റർ ദൂരത്തിൽ ഒരു മതിൽ പോലും കെട്ടാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം. മനുഷ്യൻ്റെ ജീവന് ഒരു വിലയുമില്ലേ രാജേഷ് ഈ നാട്ടിൽ? ഒരു വാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വാർഡല്ല, ഒരു പുനരധിവാസ മേഖലയാണ്. 3335 കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു വാർഡ്, ഞങ്ങളുടെ ഒരു വാർഡിൽ 360 വീടേ ഉള്ളൂ. പുനരധിവാസത്തിന്റെ ഭാഗമായിട്ടാണ് ആറളം ഫാമിന്റെ ചരിത്രം അറിയാലോ. അറിയാം. ആറളം ഫാമിന്റെ ചരിത്രവും ആറളം ഫാമും നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 8000 ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ അത് വിഭജിച്ചു രണ്ടാക്കി 4 ഭാഗങ്ങളാക്കി അതിന്റെ ഒരു ചെറുതായി കാണാൻ പാടുണ്ടോ? 3 കോടി ഇതിന്റെ വിഷയത്തിലാണ് മെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചത് കെടുകാര്യസ്ഥതയുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് അവിടെ ആനമതിൽ എന്ന് പറയുന്ന സംവിധാനം ആക്കിയത്. അത് ഈ സംസ്ഥാനത്ത് വേറെ എവിടെയും കിട്ടുന്നില്ല. ആറളം ഫാമിൽ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്നു. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 2019 ഫെബ്രുവരി മാസമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 22 കോടി രൂപ ആനമതിൽ. ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തത്. ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഫേമാണ്. അതെ, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യാൻ പറ്റില്ല. നിയമസഭ ഉൾപ്പെടെ ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനി CPM എന്തോ പോഷക സംഘടന എന്ന് പറഞ്ഞിട്ട് നിയമസഭ ഉൾപ്പെടെ പ്രക്ഷോഭം ഉണ്ടാക്കി, കേസുണ്ടായി. അതിനുശേഷമാണ് 2023 തോന്നുന്നു വീണ്ടും റീടെൻഡർ നടപടി പ്രതിപക്ഷമാണ് തടഞ്ഞത്. ഒരു നിങ്ങൾ നിയമസഭയുടെ ചരിത്രരേഖ പരിശോധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാ ശ്രീ വേലായുധന് പറയാൻ കഴിയുക ഒരു നല്ല സംവിധാനം ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുക തടയുക എന്നിട്ട് നടന്നില്ല എന്ന് പറയുക? അത് ശരിയല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2010 കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റാണ്. അന്ന് നമ്മുടെ നിയമസഭാ സാമാജികൻ എന്ന് പറയുന്നത് ശ്രീ സണ്ണി ജോസഫ് MLA തന്നെയാണ്. അന്ന് ഊരാളിങ്കൽ സർവീസ് സൊസൈറ്റി DPR തയ്യാറാക്കുകയും അത് ടെൻഡർ UDF തന്നെയാണ് ഊരാളുങ്കലിന് കൊടുക്കുന്നത്. അതെ, 2019 നല്ല സംവിധാനമാണ്. 2019 UDF അല്ല, അല്ല 2010 കാര്യമാണ്. 2019 രാജേഷ് പറയുന്നത്. ആദ്യത്തെ 13 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വളയഞ്ചാൽ മുതൽ രാമച്ചി വരെയുള്ള ആ ഒരു ദൈർഘ്യത്തിൽ 13 കിലോമീറ്റർ പിന്നെ ആനമതിൽ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അന്ന് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് വിളിച്ചു കൊടുക്കുകയായിരുന്നു UDF. അതെ, ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി വാഗ്ബടാനന്ദന്റെ ശിഷ്യന്മാരുണ്ടാക്കിയ സാധനമാണ്. അതെ, ആ സംവിധാനമാണ്. അപ്പൊ അത് അടിപൊളിയാണ്. അതുകൊണ്ടാണല്ലോ രണ്ടാമത് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയെ കൊണ്ട് നമ്മൾ DPR തയ്യാറാക്കാൻ വേണ്ടി എന്തുകൊണ്ട് 2019 കൊടുത്തപ്പോ ഊരാളുങ്കൽ സൊസൈറ്റി CPMന്റെ അണ്ടറിലാന്ന് പറഞ്ഞതിന് തടയാനുള്ള ശ്രമം ഉണ്ടായി എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടേ? രാജേഷ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2010 ഉമ്മൻചാണ്ടിയുടെ സർക്കാരുള്ള സമയത്ത് ഊരാളുങ്കൽ അടിപൊളി സൊസൈറ്റി. 2019 വരുമ്പോ ഈ സൊസൈറ്റി എങ്ങനെയാണ് മോശമാകുന്നത്? അത് ഏത് സാഹചര്യത്തിലാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം രാജേഷ് പറഞ്ഞ UDF ആണ് എതിർത്തത് നിയമസഭയിൽ അടക്കുന്നതാണ്. അവരെന്നിട്ട് അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. കാരണം ഊരാളുകളെ സംബന്ധിച്ച് ഇന്റർനാഷണൽ കച്ചവടം നടത്തുന്ന കമ്പനിയാണ്. അവരെ സംബന്ധിച്ച് പരാതി കേട്ട് ഇടപെടുന്ന ഒരു സംഭവമില്ല. ഇല്ലെങ്കിൽ അന്നേ ഇത് തുടങ്ങേണ്ടതായിരുന്നു. 22 കോടി ഉറുപ്പികയുടെ DPR തയ്യാറാക്കിയ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി അവർക്ക് തന്നെ ഈ മതിൽ നിർമ്മാണത്തിന്റെ ചുമതല കിട്ടും എന്ന ബോധ്യത്തിലാണ് അവർ അതിന്റെ DPR തയ്യാറാക്കിയത്. പക്ഷേ അതിനുശേഷം അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നപ്പോൾ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയെ തന്നെ എടുപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു കാര്യം പിന്നെ ഇത് ടെൻഡർ ചെയ്യണം എന്ന ഒരു അഭിപ്രായം ഗവൺമെന്റിൽ തന്നെ വന്നു. അതിനാണ് ടെൻഡർ ചെയ്തപ്പോൾ ആര് എങ്ങനെ എടുക്കും എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് പറയുന്നത് പട്ടികവർഗ വികസന വകുപ്പിന് ഞങ്ങളൊക്കെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തു. എങ്ങനെ ഇത് കൊടുക്കും, എങ്ങനെ ഇത് നിർവഹണം നടത്തും എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തപ്പോ ആ ചർച്ചയിൽ പട്ടികവർഗ വികസന വകുപ്പിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനില്ല ഇതിന്റെ മെഷർ ചെയ്യാൻ. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒക്കെ നോക്കിയിട്ടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനില്ല. അവസാനമാണ് PWD ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കൊടുക്കാൻ തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതെപ്പോ 2022 ശേഷം അതുവരെ നീണ്ടു നിന്നു. അതുവരെ ഒരാളിങ്ങോട്ട് പോയി. അവരിട്ടിട്ട് അവർക്ക് ആവശ്യമില്ല. കാരണം
ഊരാളുകൾ വളരെ സത്യസന്ധമായിട്ട് ഇത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ തീരുമാനിച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തയ്യാറാക്കി വന്ന കമ്പനിയാണ്. അത് ഇതിന്റെ പേരിലൊന്നും അല്ലല്ലോ. വേറെ എന്തിന്റെ പേരിലാണ്? എങ്ങനെയാണ് അവർ ഇട്ടേച്ച് പോകുന്നത്? എന്തുകൊണ്ടാണ് പേരിലൊന്നും അല്ല. ഇട്ടേച്ച് പോയത്? എന്തിനാണ് വേറെ ഏതോ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വേറെ ഏതോ മേഖലയിൽ നിന്ന് ഒരാളുടെ സർവീസ് സൊസൈറ്റിക്കെതിരെ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് അവർ ഇട്ടേച്ച് പോയത്. അത് തിരിച്ചു വരാം. എങ്ങനെയാണ് സുരേഷ് സുരേഷ് ഈ വിഷയം നോക്കിക്കാണുന്നത്? ഇപ്പോ 10 വർഷമായി പിണറായി ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കൈവന്നിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് UDF ഗവൺമെന്റ് ഭരിച്ചു. ഇതിൽ 10-15 വർഷത്തിലധികമായിട്ടുള്ളതാണ് പുനരധിവാസ മേഖല പ്രശ്നങ്ങളൊക്കെ. പുനരധിവാസ മേഖല പ്രശ്നങ്ങൾ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ 3500 കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു കൊടുത്തില്ല. ഇന്ന് പതിച്ചു കൊടുത്ത് നല്ല കാഴ്ചപ്പാടോടുകൂടി പതിച്ചു കൊടുത്താണ് കേരളത്തിലെ വിവിധ ഭാഗത്തുള്ള ആളുകൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി. പക്ഷെ ഇപ്പോൾ അവിടെ താമസിക്കുന്ന 1500 കുടുംബത്തിൽ താഴെയുള്ള ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ജനങ്ങളൊക്കെ അവിടെ നിന്ന് മാറിപ്പോകുന്ന പരിസ്ഥിതി സാഹചര്യമുണ്ട്. കാരണം ആന ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ആന ഇവർക്ക് സ്വൈര്യമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പണിയെടുക്കാനോ അവരെ കാർഷിക വിളകൾ സംരക്ഷിക്കണമെന്ന് സാധ്യത. ഇപ്പോൾ ആളുകൾ ഫാമിലെ വിഷയങ്ങൾ പുനരധിവാസ മേഖലയിലെ വിഷയങ്ങൾ 3500 ഏക്കർ ഫാമാണ്. ഈ പുനരധിവാസ മേഖലയിലെ ആളുകൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്ന ഫാം കൂടി തൊഴിൽപ്പെടുന്നുണ്ട്. ആ ഫാമിൽ കോടി രൂപയുടെ കൃഷി നശിച്ചു. ഇപ്പൊ 52 കോടി രൂപയാണ് നമ്മൾ ഈ മതിൽ കെട്ടാൻ വേണ്ടി പറയുന്നെങ്കിൽ ഈ 3500 ഏക്കർ വരുന്ന കാർഷിക ഭൂമിയിലെ നാളെ ഇതുവരെ 15 വർഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ട വസ്തുവകകളുടെ കണക്ക് വരെ കോടിക്കണക്കിന് രൂപയാണ്. എനിക്ക് തോന്നുന്നു 3000-3000 തെങ്ങുകൾ നശിപ്പിച്ചിട്ടുണ്ട്. 4000-ലധികം റബ്ബർ മരങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള മുഴുവൻ കൃഷികൾ നശിപ്പിക്കുകയാണ്. ഈ കൃഷി എടുപ്പിച്ചിട്ട് വേണം, പണിയെടുപ്പിച്ചിട്ട് വേണം ഫാമിന് വരുമാനം ഉണ്ടാക്കുകയും ആ ഫാമിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ഈ പുനരധിവാസ മേഖലയിലെ സഹോദരങ്ങൾക്ക് ശമ്പളം കൊടുക്കാനാണ്. ഈ പുനരധിവാസം എന്ന കോൺസെപ്റ്റ് തെറ്റായിരുന്നു. 100% തെറ്റായിരുന്നു. അതെടുത്ത പുനരധിവാസം തെറ്റെന്ന് പറയാൻ കൊടുത്ത ഭൂമിയിൽ തെറ്റു. ഫാമിന് ഇവിടെ ഒരു പുനരധിവാസ കേന്ദ്രമായി മാറാൻ പാടില്ലായിരുന്നു തോന്നുന്നു. അല്ല, ആവുന്നതിൽ തെറ്റില്ലായിരുന്നു. പക്ഷേ ഈ വനവാസികൾക്ക് ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി വനാതിർത്തിയോട് ചേർന്നാവരുതായിരുന്നു. ഭൂമി പുനരധിവാസത്തിന് തെരഞ്ഞെടുത്തത് തെറ്റായിരുന്നു. ഇപ്പോൾ കാർഷിക ഭൂമിയായി നിലനിൽക്കുന്ന 3500 ഏക്കർ ഭൂമി ഈ ആദിവാസികൾക്ക് കൊടുക്കുകയും സഹോദരങ്ങൾക്ക് കൊടുക്കുകയും പുനരധിവാസം ഇപ്പോൾ നടന്നിട്ടുള്ള ഭൂമി കാർഷിക ഭൂമിയായി നിലനിർത്തിയിരുന്നെങ്കിൽ അതും കഴിഞ്ഞിട്ട് മാത്രമേ ആനയ്ക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കൂ. അന്നത്തെ ഉദ്യോഗസ്ഥരുടെയും ഭരണകർത്താക്കളുടെയും കെടുകാര്യസ്ഥ കൊണ്ടാണ് ആനയ്ക്ക് ഇപ്പൊ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പുനരധിവാസ മേഖലയിൽ നമ്മുടെ അവിടുത്തെ ഭരണകർത്താക്കളുടെ കെടുകാര്യസ്ഥയും കാഴ്ചപ്പാടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കൈതച്ചക്ക കൃഷി വ്യാപകമായിട്ട് ഈ ഫാമിനകത്ത് നടത്തുകയാണ്. ഇനി ഇതിന്റെ മണം കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്വാദ് അനുഭവിച്ച ആന ഇത് വിട്ടു പോകും. അപ്പൊ അതൊരു ശാസ്ത്രീയമല്ല. ഇവിടെ ഒരിക്കലും ഇതൊന്നും ചിന്തിക്കാതെയാണ്. അശാസ്ത്രീയമാണ്. ഇപ്പോൾ നമ്മൾ മനുഷ്യരുടെ ഏക്കർ കണക്കിന് കൃഷിയാണ്. കോതമംഗലത്തുള്ള മറ്റു വിവിധ ടീമുകൾക്കൊക്കെ ഇവരെ കരാർ കൊടുത്തുകൊണ്ട് അവർ കൃഷി ചെയ്യപ്പെടുന്നത്. ഔട്ട്സൈഡുള്ള ടീമിൽ കൃഷി കൊടുക്കണം. അത് വന്ന് കാട്ടാൻ എന്ത് ചെയ്യുന്നു? സ്വാദിഷ്ടമാണ്, ഫലഭൂഷ്ടമാണ്, ഭക്ഷണം 100%. ആസൂത്രണത്തിന്റെ പ്രശ്നമാണത്. നമുക്ക് ഈ നമ്മുടെ അപ്പച്ചൻ ചേട്ടനോട് ഈ കടുവ ഇപ്പൊ എന്തുണ്ട് സ്ഥിതി? കടുവസ്ഥിതി രണ്ടാമത് ചെന്നപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കടുവ എവിടെയാണെന്നാലും കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുപേര് പിന്നെ കൂട് വെക്കലും പരിപാടി, ഞാൻ പിന്നെ അവിടെ പോയി കൂട് വെച്ച് പിടിക്കണമെന്ന് പറഞ്ഞു. ഇവര് ക്യാമറ വെക്കുകയും ക്യാമറ വെച്ചിട്ട് ഇന്നലെ പതിഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞിട്ടില്ലെന്നാണ് ഇന്നലെ കണ്ടത്. ഇന്നലെ അവരുണ്ടായിരുന്നു. അവധി കൊടുക്കുന്നു. സ്കൂളിന് അവധി കൊടുത്തു. സ്കൂളിന് ഒരു ദിവസം അവധി. കടുവ പ്രദേശത്ത് ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, അതിനു മുമ്പും പല സ്ഥലത്തും ആടും പശുവും പിന്നെ പട്ടിയെല്ലാം പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നേരിട്ട് കണ്ട് ഇങ്ങനെ ഒരു ഇത് വന്നു ഉണ്ടായിരുന്നു. പിടിച്ചിട്ടുണ്ട്. പട്ടിയൊക്കെ പിടിച്ച് പല പ്രാവശ്യം പല സ്ഥലത്തുനിന്നും പട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും പശുവിനെ പിടിച്ചു, ആടിനെ പിടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഈ കണ്ടതിനോട് അടുത്ത ഭാഗത്ത് തന്നെ പലരുടെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർ വണ്ടിക്ക് പോകുമ്പോഴൊക്കെ വഴി സൈഡിൽ കണ്ടു, അങ്ങനെ കണ്ടു 2-3 പേരുണ്ട്. അല്ല നേരിട്ട് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. സമാധാനപരമായി കണ്ടുപിടില്ലെന്ന്. പക്ഷേ എനിക്ക് തന്നെ രക്ഷപ്പെടണമെങ്കിൽ, കാരണം പുറകോട്ട് തിരിഞ്ഞെടുത്താൽ ചിലപ്പോൾ അറ്റാക്ക് പറയുന്ന അറ്റാക്ക് ഉണ്ടാവുമെന്ന് പേടിച്ചു പോയി. പിന്നെ ഇത് കണ്ടതിന്റെ വലിയൊരു പേടി പ്രത്യേകിച്ച് തോന്നിയില്ല. അത് അങ്ങനെ ഒരു എന്തോ ഒരു സമയത്തിന്റെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഇവര് പറഞ്ഞ പോലെ തന്നെ ഈ മൃഗത്തിന്റെ ശല്യം എന്ന് പറഞ്ഞാൽ കാട്ടിനകത്ത് ഒരു മരവുമില്ല. ഈ ആദിവാസികളെ കൊണ്ട് ഈ നഷ്ടപരിഹാരം ഇവർ കൊടുക്കുന്നതിന് ബദലായിട്ട് ഈ പിന്നെ ചത്തു കഴിഞ്ഞിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ നാട് നീളം നടത്തി ഈ ചെലവും കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വനം വകുപ്പ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞുതരാം. ഈ ആദിവാസികളെ കൊണ്ട് ഇപ്പൊ പനങ്കുരുവൊക്കെ ലോഡ് കണക്കിന് ഇവിടുന്ന് കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ പനയോ ഓടയോ ഇല്ലി ചൂരല്
പിന്നെ ചക്കക്കുരു, പിന്നെ ആനിക്കക്കുരു, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ കാട്ടിൽ ഒരു സാധനം തീറ്റയില്ലാഞ്ഞിട്ടാണ് ഈ മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ ഇടണം അല്ലേ? ഇത് കൊണ്ടുപോയിട്ട് അത് ഇവരെ കൊണ്ട് അത് ടെൻഡർ കൊടുത്തിട്ടല്ല ചെയ്യേണ്ടത്. ഇത് ഉത്തരവാദിത്തോടെ ഗവൺമെന്റ് ഇതിനകത്ത് ചെയ്യിക്കണം. ഗവൺമെന്റ് ഇതിനകത്ത് കാട്ടിനകത്ത് തീറ്റ ഉണ്ടാക്കുക എല്ലാ മൃഗങ്ങൾക്കും. ഒരു മൃഗത്തിനും തീറ്റയില്ലാത്തതിൻ്റെ മൃഗങ്ങൾ വരുന്നതിന്റെ പുറകെയാണ് ഈ കടുവായി ഇറങ്ങി വരുന്നത്. ഈ ആനയ്ക്കും തീറ്റയില്ല. എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വരുന്നതിന്റെ പേരിലാണ് ഈ കടുവയും വരുന്നത്. കടുവയ്ക്ക് പിടിച്ചിരുന്ന കടുവയ്ക്ക് ഇന്ന മൃഗം വേണം. ഈ ചെറുമൃഗങ്ങളും വലിയ മൃഗങ്ങളും ശരിക്കും പറഞ്ഞാൽ മരത്തിലുള്ള കുരങ്ങ് പോലും ഒരു സാധനത്തിന് കാട്ടി തീറ്റയില്ല. കാട്ടി ഭക്ഷണമില്ലാത്തതിന്റെ പേരിലാണ് ഇതുകൾ. വയറിന് വേണ്ടിയാണ് മൃഗങ്ങളും ജീവിക്കുന്നത്, മനുഷ്യനും ജീവിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാനില്ല. ഇങ്ങോട്ട് വന്യമൃഗങ്ങൾ വരുന്നതിനെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് തന്നെയല്ല, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഈ മലയോര മേഖല മുഴുവൻ പിന്നെ മുസ്ലിംസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ മറ്റുള്ളവർ വന്നിട്ട് ഈ സ്ഥലങ്ങൾ മുഴുവൻ എടുത്തു. എന്നിട്ട് മലയോട് അടുത്ത് കിടന്ന ആൾക്കാരെ മുഴുവൻ ഇറക്കി വിട്ടു. അപ്പൊ നമ്മുടെ മേഖലയിൽ മുഴുവൻ എന്തിനു വേണ്ടി എടുത്തത്? അത് എടുത്തെന്ന് അവർ വലിയ പൈസ ഒരുപാട് സ്ഥലം മേടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം സമുദായമാണ് പോർഷനോട് ചേർന്ന സ്ഥലങ്ങൾ മുഴുവൻ എടുത്തത്. പക്ഷെ ആൾക്കാർ അവർ വാങ്ങിയിട്ടിരിക്കും അതറിയത്തില്ല. അവരെ ഇങ്ങനെ റബ്ബറിനൊക്കെ ഒരു വിലക്കയറ്റം വന്നു, റബ്ബറിന് ഭയങ്കര ലാഭമാണ്, ഇങ്ങനെ ഇതിൽ കൃഷി എടുത്താൽ കിട്ടുന്നത്. പക്ഷെ ഇവർക്ക് ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ പൈസ കൊടുത്ത് മേടിച്ച് ഇറക്കി വിട്ടു. അപ്പം ആൾത്താമസമില്ലാണ്ട്. പിന്നെ എനിക്ക് അവിടെ ഞാൻ ഈ കടുവ കണ്ടതിന്റെ മുകളിലായിട്ട് എൻ്റെ 32ഓളം വീടുകളുണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ 8-10 വീടുകളുണ്ട്. മലയോരത്ത് ഇപ്പൊ ഈ ആളില്ല, മുഴുവൻ ഇറങ്ങി പോകുന്നു. അപ്പൊ അങ്ങനെ ഇളമ്പക്കാട് പിടിക്കുന്നു, കാട് പിടിച്ച് കിടക്കുന്നു. ഈ കാട് പിടിച്ച് ആ പാറ്റയെ കൊണ്ട് ഇനി ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥരെ കൊണ്ട് തന്നെ ഈ കാട് വെട്ടി തെളിപ്പിക്കാനോ, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ എന്നാ ചോദിച്ചാൽ കാടിനകത്ത് ഇങ്ങനെ തുറസായി കിടക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഇങ്ങനെയുള്ള ഇത് പിന്നെ ഈ ആദിവാസികളെ കൊണ്ട് ജയിക്കുവോ, അല്ലെ ടെൻഡർ കൊടുത്താൽ ചെയ്യുന്നില്ല, പൈസ പിടിച്ചിട്ട് പോകുന്ന ഇതൊക്കെ എവിടെയും മാറിക്കളയുന്നല്ലാതെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല, ഈ ഇതിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളും ഈ അവരുടെയൊക്കെ നിലപാടുകൾ എങ്ങനെയാ താങ്കൾ നിഷ്പക്ഷമായിട്ട് ആലോചിക്കുമ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അതിനകത്ത് ഇപ്പൊ ഞാൻ ആരെയും കുറ്റം പറയാനില്ല, ആരെയും കുറ്റം പറയാനില്ല. പക്ഷെ ഇത് നിയമത്തിന്റെ ഒരു ചട്ടക്കൂട്ടിനാണ് ഉള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ നമ്മുടെ കേന്ദ്ര ആ നിയമത്തിന് അടിമപ്പെട്ടിട്ടുള്ളത്. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് ചെയ്താലും അവര് സമാധാനം പറയണം. അവരവരുടെ വഴിപ്പിടിപ്പ് അവരുടെ ജോലിയാണ്. അപ്പൊ ആ ജോലി കളയാൻ അവർ തയ്യാറാണ്. നിയമമാണ് പ്രധാന പ്രശ്നം. നിയമം ആദ്യം എഴുതി വെച്ച നിയമങ്ങളാണ്. ആ നിയമത്തിന് മാറ്റം. സെൻട്രൽ നിയമങ്ങൾ, കേന്ദ്ര നിയമങ്ങളാണ് ഇതിനെപ്പോഴും പ്രതിസന്ധിയായി മാറുന്നത്. നമ്മൾ സംസ്ഥാനത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം സംസ്ഥാന സർക്കാർ അതിനകത്ത് എപ്പോഴും പരിമിതികളുണ്ട്. എന്താണ് തോന്നുന്നത്? അതിനകത്ത് 2-3 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂപീകരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 8ഓളം പദ്ധതികൾ കേരള ഫോറസ്റ്റ് മിനിസ്ട്രിയുടെ കെയർഓഫിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. സത്യത്തിൽ കഴിഞ്ഞ 2015 മുതൽ 2024 കാലയളവിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് 100% ഫണ്ടുകൾ ഈ കേരള ഫോറസ്റ്റ് വകുപ്പ് താഴേക്ക് കൊടുക്കുന്നു. ഗ്രീൻ ഇന്ത്യൻ മിഷൻ, നാഷണൽ ഫോറം, പ്രൊജക്ട് എലിഫന്റ്, കൺസർവേ ഫോർ ഫണ്ട്, ഫോറസ്റ്റ് പ്ലസ്, മിനിമം സപ്പോർട്ട് പ്രൈസ്, നാഷണൽ ബാബു മിഷൻ, ഇപ്പോ ഞാൻ പറഞ്ഞ മുളയൊക്കെ വനത്തിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി നാഷണൽ ബാബു മിഷൻ, നാഷണൽ മെഡിസിൻ പ്ലാന്റ്, ഇങ്ങനെ പറഞ്ഞ 8ഓളം വകുപ്പുകൾ പ്രകാരം ഫോറസ്റ്റ് ഓഫീസ് പൈസ കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മനുഷ്യനും മൃഗങ്ങളും സംഘർഷം രൂപീകരിക്കാനും ഫോറസ്റ്റ് മേഖലകളിലായിട്ട് നന്നായിട്ട് കുടിവെള്ളം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മുള അതുപോലെ വസ്തുക്കൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയാണ്. പക്ഷെ അത് വെച്ച് പിടിപ്പിക്കാനും ആ കുടിവെള്ള സ്രോതസ് ഒരുക്കി കൊടുക്കാനും വന്യമൃഗങ്ങൾ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനും സംവിധാനത്തെ കുറിച്ചൊന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. കേരളത്തിലെ ഫോറസ്റ്റ് പരാജയമാണ് ഒന്നാമത്തെ കാര്യം. 2, നമ്മുടെ കേന്ദ്രത്തിൽ നിയമമുണ്ട് സ്വാഭാവികമായിട്ടും വന്യമൃഗം. ആ സംഘർഷം ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ രൂക്ഷമായിട്ടില്ല. അതേപോലെ തന്നെ കേരളം മാത്രമാണുള്ളൂ. ഇന്ത്യയും മറ്റിതര സംസ്ഥാനങ്ങളിലും ഇത്തരവും രൂക്ഷമാകുന്ന പ്രശ്നങ്ങളെ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്രമാത്രം വന്യമൃഗ സംഘർഷം ഉണ്ടായിട്ട് കേൾക്കുന്നത്? നിലമ്പൂരായാലും മുടിയായാലും അട്ടപ്പാടിയിലും എവിടെയാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ്? കേരളം ജനസാന്ദ്രത കൂടുതലാണ് സ്വഭാവമാണ് കേരളത്തിൽ. പക്ഷേ കേരളം ഫലപ്രദമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. പിന്നെ ഉദ്യോഗസ്ഥർക്ക് ഇച്ഛാശക്തിയോട് ഇടപെടാൻ വേണ്ടി കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഇപ്പൊ നമ്മൾ വയനാട്ടിലേക്ക് മാരാപാണ്ടിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആനയെ വെടിവെച്ചുകൊണ്ട് ചിലപ്പോൾ മുൻകാലങ്ങളുണ്ടായിട്ട് ആനയെ വെടിവെച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ഇച്ഛാശക്തി കാണിക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ദോഷകരമായ ഒരു തരത്തിലെത്തിയ സമയത്ത് അതിനെ വെടിവെച്ചു കൊല്ലാൻ തയ്യാറായി. അപ്പൊ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥത കാണിക്കുകയും ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അത് കേരളത്തിലെ അധികാരികൾ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ നമുക്കറിയാം, കാട്ടുപന്നിയൊക്കെ വെടിവെച്ചുകൊള്ളാണെങ്കിൽ കേരളത്തിലെ നിയമസഭ പ്രമേയം പാസാക്കിയല്ലോ. അത് അധികൃതർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തല്ലോ. എന്തുകൊണ്ടാണ് ഓരോ മൃഗങ്ങളുടെ വിഷയത്തിലും അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന ദുരിതമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾക്കും ശക്തമായ നിലപാടെടുക്കുന്നത് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് സാധിക്കുമോ ഈ പണി? എന്തെങ്കിലും
ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു പരിഹാരം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ കുറ്റം പറയും? ഉദ്യോഗസ്ഥന്മാരെ ചെയ്യും ഇതല്ലോ. ഉദ്യോഗസ്ഥന്മാരെ ഇപ്പൊ ആന ഇറങ്ങി, ആനെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ റേഞ്ചർ തീരുമാനിക്കുന്നത് വെടിവെച്ച് കൊന്നേക്കാം, അവന്റെ അവസ്ഥ എന്തായിരിക്കും? അതിന് ഇത് നിയമം മാറണം. അത് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി ഇടപെടണം. സംസ്ഥാന ഗവൺമെന്റ് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഈ സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിന് നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ. ആ നിയമങ്ങൾ മാറ്റണം എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് ഈ പറഞ്ഞ തൊടുനായം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പറഞ്ഞ പദ്ധതികൾ ചെയ്യാൻ പറ്റും രാജേഷ്. ഇതിപ്പോ നമുക്കിപ്പം ഇത് സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ 10-15 വർഷം ഇത് ഓരോ തവണയും ഈ വിഷയം ചർച്ച ചെയ്യുന്നു. നമ്മളിപ്പം ശ്രീ വേലായുധനൊക്കെ പലതവണ, താങ്കൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ മനുഷ്യന് കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണല്ലോ ഈ മരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല നിസ്സഹായരായ തീർത്തും സാധാരണക്കാരായ മനുഷ്യരാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഈ നേതൃത്വങ്ങൾക്ക് കഴിയുന്നില്ല. നമ്മൾ കുറ്റം പറയാണ് കേന്ദ്രത്തിന്റെ തകരാറ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ തകരാറ്. ഇതിനപ്പുറത്തേക്ക് ഇത് ശാശ്വത ഒരു പരിഹാരം വേണമെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം, സമയബന്ധിതമായി പൂർത്തീകരിക്കണം. ആനമതിന്റെ വിഷയം ഇവിടെ പറഞ്ഞല്ലോ, ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ അത് വരികയാണ്. ഇപ്പോൾ അത് കോടതിയിൽ കേസായിട്ട് നിൽക്കുകയാണ്. ഒരു ആവശ്യമില്ലാത്തൊരു കേസാണ് ഇപ്പോൾ നടക്കുന്നത്. അതെല്ലാം അടിയന്തരമായി പറഞ്ഞ് പരിഹരിച്ച് അത് ആനമതിൽ പൂർത്തീകരിക്കണം. 2 എന്ന് പറയുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ബദലായി ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആനയെ അത് തകർത്ത് കളയുകയാണ്. പിന്നെ ആറള ഫാമിനാണെങ്കിൽ തന്നെ കാട് വെട്ടിത്തെളിക്കണം. കാട് പൂർണ്ണമായി വെട്ടിത്തെളിക്കണം. ഇതെല്ലാം നിസ്സാരമായ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ ആനമതിലെ എനിക്ക് പറയാനുണ്ട്. ഈ ആനമതിൽ ഇപ്പൊ ആർലപാമ്പിന് ഒരു 14 കിലോമീറ്റർ ആനമതിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിലെ വിഷയം എന്താണെന്നറിയോ? പറയുന്നതെല്ലാം നമുക്ക് ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒരു വേണമെന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ പ്രാപ്തിയുള്ള ഇച്ഛാശക്തിയുള്ള ഭരണ സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഈ പാവപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ മലയോരത്തെ കർഷകരുടെ വിഷയം വരുമ്പോൾ നമ്മുടെ ഒരു ഭാഗമല്ല എന്നൊരു തോന്നൽ നേതൃത്വങ്ങൾക്ക് ഉണ്ടോ? ശരിക്കും സ്വാഭാവികമായിട്ട് ഇതിലെല്ലാം വലിയ പരിമിതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്പർ വർദ്ധിച്ചിരിക്കുന്നു. ഇത് എല്ലാം ആനയുടെ കാര്യം പറഞ്ഞാൽ നമ്പർ കൂടിയിരിക്കുന്നു, മയിൽ, കുരങ്ങൽ നമ്പർ കൂടിയിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കണം. ഇത് നിയന്ത്രിക്കണമെങ്കിൽ എന്താണ്? നിയമം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിയമം നമ്മൾ ഉണ്ടാക്കിയതല്ലേ, അത് തിരുത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സാധിക്കുന്നില്ല. ഇപ്പൊ അപ്പൻചാടൻ എന്തൊരു കടുവയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൻചാടൻ ജയിലിൽ പോകും. പറഞ്ഞല്ലോ, ഫോറസ്റ്റുകാർ പറഞ്ഞല്ലോ. അത്തരം നിയമങ്ങൾ തിരുത്തിയേ മതിയാവൂ. കൂടാതെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. എന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പറഞ്ഞു. എനിക്കൊരു ടോക്കൺ ലൈസൻസ് പറഞ്ഞു. അന്നേരം ഉടനെ പറഞ്ഞു എയർഗണ്ണ് നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു എന്തിനെ എയർഗണ്ണിന് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിന്റെ ഒന്നും അടുത്തോട്ട് കുറയ്ക്കിന്റെ ഒന്നും അടുത്തേക്ക് വരുമ്പോൾ ലൈസൻസ് എടുക്കുന്നുണ്ടോ? ഇല്ല, എടുക്കുന്നില്ല. ഈ പ്രായം 68 വയസ്സായി. 68 വയസ്സ് പൂർത്തിയായി. അപ്പൊ ചോദിച്ചായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളതിന്റെ പേര് ചോദിച്ചു എനിക്കൊരു തോക്കിന് ലൈസൻസ് തരാമോ എന്ന് ചോദിച്ചു. കാരണം അവിടെ ഒരു 10 ഏക്കർ സ്ഥലത്ത് കൂടുതലുണ്ട്, ഒരു ലൈസൻസ് തരാൻ. പക്ഷെ അതെന്റെ ആദ്യത്തെ ആഗ്രഹമായിരുന്നു. പക്ഷെ പിന്നീട് നോക്കിയത് അതിനേക്കാളും ചൊറയായിരുന്നു. അതിന്റെ മുകളിൽ എന്തെങ്കിലും ഏറെ മൂലം അന്നേരം ഉണ്ടാകും. വേറെ ആരും ചെയ്താലും ചിലപ്പോൾ നമ്മുടെ തലേ വരും. മറ്റുള്ളവർ ആരെങ്കിലും ഏതെങ്കിലും വെടിവെച്ചിട്ടാല് അതുപോലെ ഞാനല്ല, ഞാൻ എന്റെ തോക്കിലും ഉണ്ടെന്നുണ്ട് അതുപോലെ വേറൊരുണ്ടോ എന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേസ് പിന്നെ ഓട്ടോമാറ്റിക് എന്റെ തലേ വരും. നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ ഒരാശയം പുതുതായി വരിക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു പുതിയൊരു സംവിധാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ആലോചനാ വിഷയത്തിലേക്ക് നമ്മളൊരു ഐഡിയ ഇട്ടുകൊടുത്താൽ ചിലപ്പം അത് നാളെ അതിനൊരു റെമഡി എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ പറയുന്നത്, അവിടെ പോയ അനുഭവസ്ഥന്മാർ പറയുന്നത്, ഒരു 6 മാസത്തിലൊരിക്കൽ ഒരു ശിക്കാറിന് പോകുന്ന ഒരു നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവിടെ വരുന്ന അതിഥികൾക്ക്, അവിടെ വരുന്ന മറ്റ് ടൂറിസ്റ്റുകൾക്ക് വനത്തിലേക്ക് ശിക്കാറിന് പോകാനുള്ള ഒരു പെർമിഷൻ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ വന്യജീവികളുടെ പെരുകുന്ന അവസ്ഥ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി സർക്കാർ തലത്തിൽ ചെയ്യുന്നൊരു പരിഹാര മാർഗമാണത്. അത്തരത്തിലുള്ള സ്ഥായിയായൊരു പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് വേട്ടയാടാൻ അനുമതി കൊടുക്കണം. ഒരു 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നല്ലോ. 25 വർഷം മുമ്പായിട്ട് ആൾക്കാർ വന്നിട്ട് കാടിളക്കിയിട്ട് നമ്മുടെ ഇടയ്ക്കോടുള്ള, നമ്മുടെ ജനത്തിന്റെ ഇടയ്ക്കോടുള്ള, എന്റെ ഓർമ്മയിലുണ്ട് ഒരു 25-30 വർഷം മുമ്പ് നാടിന്റെ ജനങ്ങളുടെ ഈ കുന്നോത്തുനിന്ന് അവിടെ നിന്ന് പഠിക്കാൻ വരും, പട്ടിയും കൊണ്ടുവരും. പട്ടി കൊണ്ടൊരു 10-15 ആൾ വന്നിട്ട് കാടിളക്കിയിട്ട് പുറത്ത് അടിക്കുന്നത് പഞ്ഞ പിടിക്കുന്നുണ്ട്, വെടിയിട്ട് അതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ കാണുന്ന കടുവ, എന്റെ അടുത്തൊരു സുഹൃത്ത് ഒരു കടുവായും പിടിച്ചോണ്ട് കടുവായി വെടിവെച്ചിട്ട് ഈ ഇട്ടി ടൗണിൽ കൂടെ കൊണ്ടുവന്ന എന്റെ ചെറുപ്പത്തില് കടുവ വെടിവെച്ചിട്ട് ചെറുപ്പത്തിൽ അല്ല കേസ് പറഞ്ഞ ആൾ മരിച്ചുപോയ ആളുടെ പേര് കേസ് എടുക്കാൻ പറ്റില്ല. അദ്ദേഹം മരിച്ചുപോയി. കഴിയുമ്പോ അപ്പഞ്ചേട്ടൻ ജയിലിൽ പോവോ? എനിക്കുണ്ടായി. അപ്പഞ്ചേട്ടന്റെ അതേ അനുഭവം എനിക്കുണ്ടായി. ചെറിയ പ്രായത്തിൽ ഞാൻ കൂടി കണ്ടിട്ട് ഈ കടുവയെ വെടിവെച്ച് കൊന്ന് ആ കടുവയെ തണ്ടിലേറ്റി ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ജാഥയായി പോയി
അംശം അധികാരിയുടെ മുമ്പിലേക്ക് എത്തിച്ച് ഇതിന്റെ നാക്ക് മുറിച്ച് കളഞ്ഞ് അപ്പോൾ തന്നെ അതിനെ സംസ്കരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നാക്ക് മുറിച്ചത് എന്തിനാ? നാക്ക് മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ അംശം അധികാരിക്ക് പറയുന്നത് ഒരു കടുവയെ കൊന്നു എന്നതിന്റെ തെളിവാണ് അംശം അധികാരി ഇത് മുറിച്ചെടുത്ത് വെക്കുന്നത്. അത് നാളെ ഇന്ന് പോലെ വന്യജീവിയെ കൊന്നു എന്നതിന്റെ തെളിവ്. അല്ലാതെ ആരെങ്കിലും പിന്നെ ഇതായിട്ടില്ല. ഈ വന്യജീവി അക്രമകാരിയാണ്, അതുകൊണ്ട് അതിനെ കൊല്ലാൻ ഞാൻ അനുമതി കൊടുത്തിരിക്കുന്നു. അതിന്റെ നാക്ക് മുറിച്ച് അവിടെ വെച്ചിരിക്കുന്നു. എന്റെ മുമ്പിൽ ഞാൻ കണ്ടതാണത്. നേരിട്ട് കണ്ടതാണ്. എന്റെ ചെറിയ പ്രായത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഈ തണ്ടില് ഇവരെ കയറ്റി ഇറക്കി നരിപുലി കണ്ടം പുലിയോ എന്നും പറഞ്ഞ് കൂവിക്കൊണ്ട് അന്ന് ഞങ്ങൾ വിളിച്ചോണ്ടിരുന്ന വേറെ ഒരു കാര്യം കൂടെ പറയാം. ഈ 80-90 കാലഘട്ടത്തിലെ നാഗർവിള വന്യമൃഗ സംരക്ഷണ കർണാടകത്തിന്റെ നാഗർവിള എന്നൊരു മലാനെ ഒരു കർണാടകക്കാരൻ വെടിവെച്ചു. ഈ കർണാടകക്കാരനെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ലോക്കപ്പിൽ വിടുക, അയാൾ ഒരുപാട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. നാട്ടുകാർ ഒന്നിച്ച് ഒത്തിട്ട് അന്ന് നാഗർവിളയ്ക്ക് തീയിട്ടായിരുന്നു. 90 കാലഘട്ടത്തിലെ മറ്റേ 90-ന്റെ ഏതൊരു ജനങ്ങൾ ഒന്നടങ്കം വന്നിട്ട് പ്രതിഷേധിച്ചിട്ട് നാഗർവിളയ്ക്ക് തീയിട്ടിട്ട് അങ്ങനെയാണ് ഈ കടുവകൾ മുഴുവൻ ഇങ്ങോട്ട് വന്നത്. അന്ന് അതിന് മുമ്പ് ഒരു കടുവ 1-2 കടുവയൊക്കെ അവിടെ നിന്ന് കടുവകളെല്ലാം ചാടി പിന്നെ പെറ്റുപരിക്കുക. അങ്ങനെയാണ് ഈ കടുവ ഇപ്പൊ എല്ലാ മേഖലയും കൊണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു കടുവ പോയെന്നോർത്തോണ്ട് കടുവ പോവില്ല. കടുവ ആ ഒരു കടുവയല്ല, 10 കടുവയല്ല, ഇഷ്ടം പോലെ കടുവകളുണ്ട്. നമ്മൾ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചർച്ച ഇവിടെ ചെയ്ത് അവസാനിപ്പിച്ച് നമ്മൾ പോയാലും കടുവയുടെ ഭീഷണി, ആനയുടെ ഭീഷണി, ഈ പറയുന്ന എല്ലാ വന്യമൃഗങ്ങളുടെ ഭീഷണിയും മലയോരം നേരിട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോഴും ഈ ചർച്ച തീരുമ്പോഴും നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്, ഒരു ശാശ്വതമായ പരിഹാരം ഇനി മുന്നോട്ട് വരുന്നില്ല. അതിന് ശ്രീ വേലായുധൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വേട്ടയ്ക്ക് അനുമതി നൽകുക എന്നുള്ളതാണ്. അതും ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ആത്യന്തികമായി മനുഷ്യർക്ക് ജീവിക്കാനുള്ള, അപ്പം പ്രകൃതി സ്നേഹികൾ പറയും, നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന്. അത് ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാംസമൊന്നും കഴിക്കാൻ വേണ്ടി ഒരു ജീവിയെയും നമുക്ക് കൊല്ലാൻ കഴിയില്ല. നമ്മൾ ഒരു ദിവസം എത്ര ആടിനെ കൊല്ലുന്നു, എത്ര കോഴിയെ കൊല്ലുന്നു, എത്ര പന്നിയെ കൊല്ലുന്നു, ഇതെല്ലാം പാമ്പിനെ കൊല്ലുന്നുണ്ട്. നമ്മൾ പല രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, പാമ്പ്, നമ്മുടെ പാറ്റ, കൂറ, എലി, ഇതിനെയൊക്കെ കൊന്ന് മനുഷ്യൻ തിന്നുന്നുണ്ട്. ഇതെല്ലാം ആത്യന്തികമായി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ ജീവൻ അപകടത്തിലായിക്കൊണ്ട് മറ്റൊരു ജീവി നിലനിൽക്കണം എന്ന് വാദിക്കുന്നത് ശരിയല്ല. അപ്പം വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം കാണേണ്ടതുണ്ട്. ഇനിയെങ്കിലും നേർരേഖയ്ക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ മലയോരത്തേക്ക് വരാതിരിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഓരോ മരണം കേൾക്കുമ്പോഴും ഞങ്ങൾ വരുന്നു. ഇപ്പോൾ അപ്പച്ച ചേട്ടൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. മുഖത്തോട് മുഖം നോക്കി നിന്ന കടുവ എന്ത് സ്വകാര്യമായിരിക്കും അപ്പൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടാകുക എന്ന് നമുക്കറിയില്ല. കടുവയുടെ ഭാഷ നമുക്കറിയില്ല. അപ്പച്ച ചേട്ടൻ അങ്ങോട്ട് നോക്കി എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകും. എന്തായാലും നമ്മൾ കാണേണ്ടതുണ്ട് ഈ മനുഷ്യരുടെ ഈ ദുരിതം. അധികാരികളുടെ മുന്നിലേക്ക് ഈ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ്, പരിഹാരം തേടിക്കൊണ്ട്. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 4 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.